അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. നമുക്ക് ആദ്യം തന്നെ ഈ സുപ്രഭാതം തന്ന ഈശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. താങ്ക് യു. അപ്പൊ ഇന്നത്തെ ഒരു എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ജോയ് പീറ്റർ സാറിനെ പോലെ ഇത്രയും മഹാനായ ഒരാൾക്ക് MC ആകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. എല്ലാവരും ഒത്തിരി ഉയരങ്ങളിലുള്ള ആൾക്കാരാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഓരോ ദിവസത്തെ ക്ലാസ്സിലും നമ്മുടെ ഷാജിക്ക പറഞ്ഞതുപോലെ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെയൊക്കെ പോലെ സാധാരണക്കാര് എപ്പോഴും ഇതിൽ ഞാൻ കയറിയിരിക്കുന്നത് തന്നെ എനിക്ക് കുറച്ച് അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തരും എടുക്കുന്ന ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഒത്തിരി അറിവുകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് പോലും കളയാൻ എനിക്ക് ഒരിക്കലും തോന്നാറില്ല. എനിക്ക് അത്രയ്ക്കും ഇതിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സലീമിക്ക പറഞ്ഞ മാതിരി വിദ്യാഭ്യാസമൊക്കെ ഇച്ചിരി കുറവുള്ള ആൾക്കാരാവുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് ക്ലിക്ക് ആവൂലല്ലോ. അതുകൊണ്ട് പതുക്കെ പഠിച്ചെടുക്കാൻ. അതുകൊണ്ട് ഒരു ദിവസം പോലും ഞാൻ ക്ലാസ് കളയാറില്ല. അപ്പൊ നമ്മുടെ ജോയ് പീറ്റർ സാറിന്റെ ഒക്കെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് നമ്മുടെ മീറ്റിംഗ് ശരിക്കും ഉച്ച കഴിഞ്ഞൊക്കെ നമുക്ക് എന്നെയൊക്കെ സംബന്ധിച്ചോളം ചിലപ്പോ കുറെ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഉറക്കം വരും. പക്ഷെ നമ്മുടെ മീറ്റിങ്ങിൽ അവിടെ വന്നു കഴിഞ്ഞാല് വളരെ ഹാപ്പിയായി മീറ്റിംഗ് തീരുന്ന വരെയും നമ്മൾ എന്തൊരു ഉഷാറോട് കൂടിയായിരിക്കണേ. ജോയ് പീറ്റർ സാർക്ക് നമ്മള് ഒരു സാധാരണക്കാരെല്ലാം ഈ ബിസിനസ്സിലേക്ക് വരുന്നവരെല്ലാം ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം നല്ല അറിവ് പകർന്നു തരികയും അദ്ദേഹത്തിന്റെ ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും നമ്മള് എനർജറ്റിക് ആവുകയും പിന്നെ വീണ്ടും ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ഊർജം തരികയും ചെയ്യും. അദ്ദേഹം ഒരു മാജിക് മാനെ പോലെയാണ് ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുകയും ബിസിനസ്സിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജോയ് പീറ്റർ സാർ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് സാർ. സാറിന്റെ ഓരോ വാക്കും കേൾക്കാൻ എല്ലാവരും വീഡിയോ ഒക്കെ ഓണാക്കി വെച്ച് ശ്രദ്ധാപൂർവം ഷാജിക്ക പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി അറിവുകൾ കിട്ടും അദ്ദേഹത്തിൽ നിന്ന്. എല്ലാവരും ശ്രദ്ധാപൂർവം അദ്ദേഹത്തെ കേൾക്കുകയും അദ്ദേഹത്തിന് ഒരു ശല്യം വരാത്ത രീതിയിൽ എല്ലാവരും വീഡിയോ ഓണാക്കാൻ പറ്റിയവർ ഓണാക്കി ശ്രദ്ധാപൂർവം എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഈ സൂം വേദിയിലേക്ക് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഒത്തിരി വർണ്ണിക്കാനുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തെ ഞാൻ സന്തോഷപൂർവ്വം ജോയ് പീറ്റർ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പോയിന്റ്സ് കുറിച്ചെടുത്തിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കേൾക്കേണ്ട ഒരു വിഷയമാണ്. സൂപ്പർ നെറ്റ്വർക്ക് എങ്ങനെ ആകാം? സൂപ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും എന്താ പറയുന്നത്, വളരെ കഴിവുള്ള ഒരു വ്യക്തിക്ക് ഒരു സൂപ്പർ നെറ്റ്വർക്കർ ആകാൻ പറ്റും, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് ഒരു സൂപ്പർ നെറ്റ്വർക്കർ ആകാൻ പറ്റുന്നത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഏതൊരു സാധാരണക്കാരനും ഒരു സൂപ്പർ നെറ്റ്വർക്കർ ആകാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് 1987 ഫിയർലെസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. അപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ സ്നേഹം സ്വീകരിച്ച് ഞാൻ ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തു. ആ മീറ്റിങ്ങിന് തുടങ്ങിയപ്പോ തന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഈ നമ്മൾക്ക് പറ്റിയ പണിയല്ല. അങ്ങനെ ആ മീറ്റിങ്ങിൽ സംസാരിച്ച ഒരു കാര്യം പോലും ഞാൻ ശ്രദ്ധിച്ചില്ല. മീറ്റിങ്ങിന് ഞാൻ എണീറ്റ് പോകുന്നില്ല. പക്ഷെ അവസാനം സംസാരിച്ച വ്യക്തി ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് വരുമാനം കിട്ടുമെന്ന് ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഞാൻ അല്പം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അദ്ദേഹം അന്ന് പറഞ്ഞത്,
5 വർഷം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഒരു ഇൻസ്പെക്ടർ ആകുന്ന സമയത്ത് മാസം 5000 രൂപ വരുമാനം കിട്ടും എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒരു 38 വർഷം മുമ്പാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. അന്ന് 5000 രൂപക്ക് വിലയുണ്ട്. 5000 രൂപ എന്ന് കേട്ടപ്പോൾ ഞാൻ എന്റെ എല്ലാ കഴിവ് കുറവുകളും മറന്ന് ആ പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്തു. കാരണം ജോയിൻ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് എന്റെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം പൂവണിക്കാൻ വേണ്ടി ഞാൻ പല രീതിയിലുള്ള വഴികൾ അന്വേഷിക്കുന്ന സമയത്താണ് ഫിയർലെസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തെ കുറിച്ച് കേൾക്കാൻ എനിക്ക് സാധിച്ചത്. അപ്പൊ എന്റെ എല്ലാ കഴിവ് കുറവുകളും മറന്നുകൊണ്ട് എന്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചു. എന്റെ സ്വപ്നങ്ങൾ എനിക്ക് പൂവണിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ആ പ്രസ്ഥാനത്തിലേക്ക് എടുത്ത് ചാടിയത്. പക്ഷെ തുടങ്ങിയ സമയത്ത് എന്നെ സംബന്ധിച്ച് ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനോ അങ്ങനെയുള്ള പ്രത്യേക കഴിവോ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായില്ല. ഞാൻ വളരെ ഷൈ ആയിരുന്നു. വളരെ അടുത്ത സുഹൃത്തുക്കളോട് മാത്രമായിരുന്നു ഞാൻ സംസാരിക്കുന്നത്. വഴിയിലൊക്കെ വെച്ച് എനിക്ക് പരിചയമുള്ള എന്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളെ കണ്ടാൽ പോലും ഞാൻ സംസാരിക്കൂല. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര നാണമൊക്കെ ആയിരുന്നു. പക്ഷെ എന്റെ ജീവിതത്തിലുള്ള സ്വപ്നങ്ങൾ പൂവണിക്കാനായിട്ട് ഈ പ്രസ്ഥാനത്തിലൂടെ ഞാൻ വളർന്നേ പറ്റൂ എന്നുള്ളൊരു തോന്നല് എനിക്ക് ഉണ്ടാവുകയും ആൾക്കാരെ സമീപിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എന്റെ സീനിയേഴ്സിന്റെ സഹായത്തോടു കൂടെ എന്റെ ലിസ്റ്റിലുണ്ടായ ഒരുപാട് ആൾക്കാരെ അവരുടെ സഹായത്തോടു കൂടെ കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെ ഫിയർലെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കാതലായിട്ടുള്ള ഒരു വിഷയമാണ് സെക്യൂരിറ്റി. പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചു കിട്ടുമെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ആൾക്കാരെ ഒന്ന് പോളിസി ചേരുള്ളൂ. കാരണം ഇതൊരു കൽക്കട്ട കമ്പനിയാണ്, പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പൊ ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് എന്നെ പഠിക്കുകയും അങ്ങനെ സീനിയേഴ്സിന്റെ സഹായത്തോടു കൂടെ റെഗുലർ ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് ആ വർഷം ഏതാണ്ട് 300ഓളം വ്യക്തികൾ. ആ വർഷം എന്ന് പറയുന്നത് ഞാൻ ജോയിൻ ചെയ്യുന്നത് 1987 ഒക്ടോബർ 20 എനിക്കന്ന് കിട്ടിയ കോഡ് നമ്പർ എന്ന് പറയുന്നത് 63426. 38 വർഷം കഴിഞ്ഞിട്ടും എന്റെ മനസ്സിൽ നിന്ന് ആ കോഡ് നമ്പർ മാഞ്ഞു പോയിട്ടില്ല. കാരണം അത് പലവട്ടം എഴുതുകയും ആയിരക്കണക്കിന് പ്രാവശ്യം ആ കോഡ് നമ്പർ എഴുതേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് മനസ്സിൽ അങ്ങനെ പതിഞ്ഞു പോയത്. 6 മാസ സമയമാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഈ 300ഓളം വ്യക്തികളെ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് ടോക്കിംഗ് സ്കിൽ എനിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായിരുന്നു എന്റെ ആ പ്രസ്ഥാനത്തിലുണ്ടായ എന്റെ വിജയം. അതായിരുന്നു 6 മാസം കൊണ്ട് 5000 രൂപയാണ് ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പക്ഷെ 4200 രൂപയാണ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. ബാക്കി 800 രൂപ കയ്യിൽ നിന്ന് ഇട്ടിട്ടാണ് ഞാൻ പ്രൊമോഷനായത്. പ്രൊമോഷനായി 2ാമത്തെ വർഷം ഫീൽഡ് ഓഫീസർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുകയും അവിടെ ഏതാണ്ട് 10 പേരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഏജൻസി ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. ആദ്യത്തെ 42 പേരെ കണ്ടിട്ട് ഒരാളെ പോലും എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ ഫിയർലെസ് വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തു. കാരണം 42 പേരെ കണ്ടിട്ട് ഒരാളെ പോലും ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ വേണ്ടാന്ന് വെച്ചു. പക്ഷെ അന്ന് രാത്രി കിടന്നുറങ്ങി രാവിലെ എണീറ്റപ്പോ എന്റെ മനസ്സ് പറഞ്ഞു, ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചാല, ഇത്രയും നമ്മൾ ചെയ്തതല്ലേ, ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നാ ആ എന്റെ മനസ്സിന്റെ ആ തോന്നല് അന്ന് തന്നെ രാവിലെ തന്നെ വീണ്ടും ഇറങ്ങി. ജോസൂട്ടൻ എന്ന് പറയുന്ന ഒരു അധികം പരിചയമില്ലാത്ത ഒരു ചെക്കനാണ്. അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം ജോയിൻ ചെയ്യാൻ തയ്യാറായി. അതിനുശേഷം പ്രിൻസിനെ കണ്ടു. പ്രിൻസ് ജോയിൻ ചെയ്യാൻ തയ്യാറായി. അങ്ങനെ വന്ന് 10 പേരെയും എനിക്ക് ജോയിൻ ചെയ്യിക്കാൻ സാധിച്ചു. ആ സാമ്പത്തിക വർഷം ഏതാണ്ട് 9 പേരെയും എനിക്ക് പ്രൊമോഷൻ ആക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത് എന്റെ ഒരു അനുഭവമാണ്. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഹൗ ടു ബിക്കം എ സൂപ്പർ നെറ്റ്വർക്കർ എന്ന് പറയുന്ന ആ വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആമുഖമായിട്ട് 10-22 വയസ്സ് പ്രായമുള്ള സമയത്ത് അല്ലെങ്കിൽ 38 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അനുഭവം, എന്റെ കഴിവും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ 38 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുമ്പോൾ 22 വയസ്സ് പ്രായം ഉണ്ടായ സമയത്ത് എനിക്ക് ഇത്തരം കഴിവോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഇവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത്, ഇതിലൂടെ നിങ്ങളുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ മീറ്റിങ്ങുകളിലും നമ്മളുടെ മാർക്കറ്റിംഗ് പ്ലാൻ കേൾക്കുമ്പോൾ ഒരു കോടീശ്വരനാകാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ആയിത്തീരണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ആത്മാർത്ഥമായ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു സൂപ്പർ നെറ്റ്വർക്കറായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡയറി മേടിക്കുക എന്നുള്ളതാണ്. ഈ ബയോട്ടോറിയത്തിന് വേണ്ടി നമ്മൾ ഒരു ഡയറി മേടിക്കുക.
ആ ഡയറിയുടെ ആദ്യത്തെ പേജിൽ തന്നെ നമ്മുടെ ID നമ്പർ എന്താണോ ആ ID നമ്പർ എഴുതി വെക്കുക. പാസ്വേഡ് എഴുതി വെക്കേണ്ട കാര്യമില്ല. പാസ്വേഡ് നമ്മളെ മനസ്സിൽ വെച്ചാൽ മതി. ആ ID നമ്പർ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങളുടെ സീനിയേഴ്സിന്റെ സഹായത്തോടു കൂടി നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള പല ആൾക്കാരും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അറിയാൻ പാടില്ല നോക്കാനായിട്ട്, അതുകൊണ്ട് അത് പഠിക്കാനും മെനക്കെട്ടിട്ടില്ല എന്നുള്ളതാണ്. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് biomagneticmatters.com എന്ന് പറയുന്ന ആ വെബ് അഡ്രസ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നമ്മുടെ സൈറ്റിലേക്ക് പോകുക എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ID നമ്പറും പാസ്വേഡും ക്യാപ്ചയും നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കും. ആ സൈറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ വാലറ്റ് പേജാണ് ആദ്യം നമുക്ക് കാണുന്നത്. ഡാഷ്ബോർഡ് എന്ന് പറയും. ആ ഡാഷ്ബോർഡിൽ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ 3 വരയുണ്ടാവും. അതിനാണ് നമ്മൾ മെനു ബട്ടൺ എന്ന് പറയുന്നത്. ആ മെനു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതാണ്ട് 46ഓളം ഓപ്ഷൻസ് ആണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. അത് ഒരു സൈറ്റ് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ഈ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കൂ. അതിൽ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് പുതിയതായിട്ട് നമ്മുടെ താഴെ നമ്മളുടെ സഹപ്രവർത്തകരെ നമുക്ക് സൈനപ്പ് ചെയ്യാനുള്ള ആ ഓപ്ഷനാണ് ആദ്യത്തെ ഓപ്ഷൻ. അപ്പൊ ഒരു ഓപ്ഷൻ എടുക്കുക, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് വരും. ABC എന്നൊക്കെ പറഞ്ഞ് വരും. അത് ഓരോന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എനിക്ക് തോന്നുന്നു നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക്ഡ് ആണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക്ഡ് ആണോ എന്ന് പരിശോധിക്കുക. അവിടെ നമ്മൾ പാൻ നമ്പർ അടിച്ചു കൊടുക്കുക, നമ്മുടെ ആധാർ കാർഡ് അടിച്ചു കൊടുക്കുക, ഓക്കെ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ലിങ്ക്ഡ് ആണെങ്കിൽ ലിങ്ക്ഡ് എന്ന് പറയും, ലിങ്ക്ഡ് അല്ലെങ്കിൽ ലിങ്ക്ഡ് അല്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് പാൻ കാർഡ് ലിങ്ക് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് വരുന്ന വരുമാനത്തിന്റെ TDS കട്ട് ചെയ്യുന്നത് 2%. പക്ഷെ അത് ലിങ്ക്ഡ് അല്ലെങ്കിൽ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക്ഡ് അല്ലെങ്കിൽ 20% കട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു 10,000 രൂപ വരുമാനം കിട്ടിയാൽ അത് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു പാൻ കാർഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും 200 രൂപ മാത്രമായിരിക്കും അതിൽ നിന്ന് നമ്മൾക്ക് TDS കട്ട് ചെയ്ത് പോകുന്നത്. ടാക്സ് ഡിഡക്ഷൻ സോഴ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത് TDSന്റെ. മറിച്ച് ഇത് ലിങ്ക്ഡ് അല്ലെങ്കിൽ എന്ത് പറ്റും, 20% കട്ടിങ് നടക്കും. എന്ന് പറഞ്ഞാൽ 2,000 രൂപയായിരിക്കും കട്ട് ചെയ്ത് പോകണം. 1,700 രൂപ നിങ്ങളുടെ കയ്യിലേക്ക് വരേണ്ട പൈസ അത് ടാക്സ് ആയിട്ട് പോകും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾക്കിത് നഷ്ടപ്പെടൂല. പിന്നീട് നമ്മൾക്കത് വാങ്ങാൻ സാധിക്കും. അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ സാമ്പത്തിക വർഷം തീരുമ്പോൾ മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. അപ്പൊ അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യിക്കാൻ പോകുന്ന വ്യക്തികൾ നമ്മളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ വരുന്ന മെമ്പേഴ്സിന്റെ ഒക്കെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക്ഡ് ആണോ എന്ന് അറിയാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളത്. ഇനി നമ്മള് 8ാമത്തെ ഓപ്ഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ 8ാമത്തെ ഓപ്ഷനിൽ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ABC എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 3ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീനോളജി നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ജീനോളജി എന്ന് പറയുന്നത് നമ്മുടെ ട്രീ ആണ്. നമ്മൾ ജോയിൻ ചെയ്യിക്കുന്ന നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും ജോയിൻ ചെയ്യിക്കുന്ന 2 പേര്, അവര് ജോയിൻ ചെയ്യിക്കുന്ന ആൾക്കാർ, അങ്ങനെ എത്ര പേരാണോ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യുന്നത്, അവര് ആരുടെ താഴെയാണ്, എവിടെയാണ്, എന്താണ് അവരുടെ ID നമ്പർ എന്താണ്, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് അതിനകത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ആ ട്രീ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഇതിലും ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്കത് കാണാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ അതേപോലെ തന്നെ നമ്മുടെ ID കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ID കാർഡിൽ നമ്മുടെ ഫോട്ടോ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇത് ചെയ്യാൻ സാധിക്കും. അത് വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാം. നമ്മൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് എടുത്ത് നമുക്കൊരു ID കാർഡായിട്ട് അത് നമുക്ക് സൂക്ഷിക്കാം എന്നുള്ളത്. അതിൽ ഫോട്ടോ നമ്മൾ ആദ്യമേ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ്. ഭംഗിയായിട്ടുള്ള ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അത് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സ് ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതെല്ലാം നമ്മൾ ആദ്യമേ ചെയ്ത് വെക്കണം. ഇനി 28ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പാൻ കാർഡ് വൈസ് നമ്മുടെ ഇൻകം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ 24 മണിക്കൂർ കൊണ്ട് നമുക്ക് നേടാൻ പറ്റിയ വരുമാനം, അതേപോലെ തന്നെ 10 ദിവസം കൊണ്ട് നമ്മൾ വാങ്ങിയ വരുമാനം, 30 ദിവസം കൊണ്ട് വാങ്ങിയ വരുമാനം, 45 ദിവസം കൊണ്ട് വാങ്ങിയ വരുമാനം, അങ്ങനെ അതിന്റെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഫോട്ടോ ഇത് കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ ID കാർഡിൽ നിങ്ങൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫോട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് കാണാൻ സാധിക്കും. അത് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇത്രയും രൂപ വരുമാനം വാങ്ങിച്ച് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് 28ാമത്തെ ഓപ്ഷൻ ആണ്. ഇനി 14ാമത്തെ ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്താല് അതിൽ A to F വരെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ E എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താല്
നിങ്ങൾക്ക് പേ ഔട്ട് വന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ വാലറ്റിലേക്ക് വരുന്ന നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് എത്രയാണ്, TDS കട്ട് ചെയ്തിട്ട് വരുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അത് ഓരോ നാലാമത്തെ ദിവസം നമ്മളുടെ പേ ഔട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതില് നമ്മുടെ ബാങ്കിലേക്ക് സെൻഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ ID വരെ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും രീതിയിൽ പേ ഔട്ട്, പല ആൾക്കാരും പറയാറുണ്ട് എനിക്ക് പേ ഔട്ട് വന്നില്ല. ഈ പേ ഔട്ട് വന്നില്ല എന്ന് ഇവര് പറയുന്നത് ഇവർക്ക് ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് പേ ഔട്ട് വന്നില്ല എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആവുമ്പോൾ പലപ്പോഴും ബാങ്കുകാര് ഈ പറയുന്ന മെസ്സേജ് നമുക്ക് അയക്കാറില്ല. കാരണം മെസ്സേജ് അയച്ചാൽ അപ്പൊ തന്നെ ആ കാശ് എടുത്തുകൊണ്ട് പോകുന്ന അവർക്ക് അറിയാം. അതുകൊണ്ട് പലപ്പോഴും നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന പൈസയുടെ മെസ്സേജുകൾ വരാറില്ല. അപ്പൊ നമ്മളത് ATM വഴി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് നേരിട്ട് ചെക്ക് ചെയ്യാന്നുള്ള, അല്ലാണ്ട് മെസ്സേജ് നോക്കി നമ്മൾ ഇരിക്കരുത്. അതല്ലെന്നാണെങ്കിൽ ഈ 14 എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പേ ഔട്ട് വന്നോ ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ സൈറ്റിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇത് സൈറ്റും ഓപ്പൺ ചെയ്യൂല, ID നമ്പറും എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല, സൈറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഈ മെനൂസ് എന്താണെന്ന് അറിയില്ല, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അവിടെ ഉള്ളത് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറല്ല, എങ്ങനെയാണ് സൈനപ്പ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറല്ല. ഇങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തതാണ് പലപ്പോഴും നമ്മൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തത്. അപ്പോ നമ്മൾക്ക് ഈ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോളജ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ നമ്മൾ പോയാൽ മാത്രമേ, അത് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്കത് സാധിക്കുള്ളൂ. 1-2 പ്രാവശ്യം നമ്മൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സിനോട് നിങ്ങൾ പറയാം. അതിനുവേണ്ടി നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുക. തീർച്ചയായിട്ടും അവർക്ക് എന്ത് അസൗകര്യം ഉണ്ടെങ്കിലും നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ എന്താ പറയുന്നത്, നിങ്ങളുടെ ആവശ്യമാണത്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. 1-2 പ്രാവശ്യം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് ത്രൂ ഔട്ട് നിങ്ങൾക്ക് തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് തന്നെ സൈനപ്പ് ചെയ്യാൻ സാധിക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചാൽ അതിനകത്ത് എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു പേ ഔട്ട് വന്നില്ലെങ്കിൽ ആ പേ ഔട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ ഇറക്കാനായിട്ട്, എന്ത് പരാതി ഉണ്ടെങ്കിലും അത് ഓൺലൈൻ വഴി തന്നെ കമ്പനിയെ അറിയിക്കാനും, ആ അറിയിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മറുപടി തരുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്, പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മളുടെ കടമ എന്ന് പറയുന്നത്. നമ്മള് പ്രതിദാനം ചെയ്യുന്ന ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. ഇവിടെ പല ആൾക്കാരും പറയും നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ വേണം എന്നുള്ളത്. ശരിയാണ്, നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ വേണം. എനിക്കും അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായതുകൊണ്ടാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ വരാൻ തയ്യാറായത്. സ്വപ്നങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ആരുടെങ്കിലും കീഴില് ഞാൻ വല്ല ജോലിക്കാരനായിട്ട് ജോലി ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരാളായിരിക്കും. പക്ഷെ ഇന്ന് എനിക്ക് എന്റെ സ്വപ്നങ്ങള് 100% പൂവണിക്കാൻ ജോലി കൊണ്ട് സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നെറ്റ്വർക്കിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവുമെങ്കിലും ഒരു നെറ്റ്വർക്കിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ആദ്യത്തെ ഡ്രീം എന്ന് പറയുന്നത് ഞാൻ 1 മാസം കൊണ്ട് 10 പേരെ ജോയിൻ ചെയ്യിക്കും എന്ന ഒരു തീരുമാനമാണ് ആദ്യത്തെ സ്വപ്നം അതായിരിക്കണം. അതിനുശേഷമാണ് നിങ്ങൾക്ക് ലക്ഷങ്ങൾ വേണം, കോടികൾ വേണം, അല്ലെങ്കിൽ വീട് വെക്കണം, അതല്ലെന്നാണെങ്കിൽ കാറ് മേടിക്കണം, അല്ലെങ്കിൽ വെക്കേഷന് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം. ഇങ്ങനെയുള്ള ഈ പറയുന്ന ഡ്രീംസ് എല്ലാം തന്നെ നമ്മൾക്ക് നടപ്പിലാക്കണമെന്നാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് പണം വരണം. നമ്മുടെ കയ്യിലേക്ക് പണം വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ബയോട്ടോറിയത്തിൽ നമ്മളൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആ ടീമിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മിനിമം ഒരു 10 പേരെ എങ്കിലും നമ്മൾ ജോയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ഒരു ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മള് കമ്പനി പറയുന്നുണ്ട് ഇവിടെ 2 പേര് മതി എന്ന് പറയുന്നുണ്ട്. അത് മിനിമം ആണ്. മാക്സിമം എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ 10 പേരെ ജോയിൻ ചെയ്യിക്കണം, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ എന്തുകൊണ്ട് ജോയിൻ ചെയ്യിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മിനിമം ഒരു 2 പേരെ ജോയിൻ ചെയ്യിച്ചാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു വ്യക്തി പ്രവർത്തിച്ചില്ലെന്നാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വരുമാനം കിട്ടില്ല, ആ സൈഡിൽ പോയി. പിന്നെ അവിടെ പുതിയതായിട്ട് ഒരാളെ നമ്മൾ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിച്ചതിന് ശേഷം മാത്രമേ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നത്? നമ്മുടെ ഭാവി നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ഭാവി മറ്റൊരാളുടെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പുറത്തെ ഒരു 5 പേര്, അപ്പുറത്തെ ഒരു 5 പേര്, അങ്ങനെ 10 പേരെ നമുക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യിക്കണം. ഈ 10 പേരെ നമ്മൾ ഡയറക്റ്റ് ജോയിൻ ചെയ്യിക്കുമ്പോഴുള്ള ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു സൈഡിൽ 5 പേരുണ്ട്, അതിൽ ഒരു 3 പേര് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളത് ബാധിക്കില്ല. കാരണം 2 പേര് അവിടെ വർക്ക് ചെയ്യാനുണ്ട്. മനസ്സിലായില്ലേ? 1-2 പേര് ഇതിൽ നിന്ന് പ്രവർത്തിക്കാതെ നിർത്തിപ്പോയാൽ പോലും പല കാരണങ്ങളാണ്. ചിലപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല,
അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച പോലെ ബിസിനസ് വന്നില്ല, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈഗോ പ്രോബ്ലം കൊണ്ടൊക്കെ ചിലപ്പോൾ ആൾക്കാർ നിർത്തിപ്പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നിർത്തിപ്പോയാലും അത് നിങ്ങളെ ബാധിക്കാൻ പാടില്ല, നിങ്ങളുടെ വരുമാനത്തെ അത് ബാധിക്കാൻ പാടില്ല. ഏതൊരു വ്യക്തിക്കും മിനിമം 10 പേരെ, ഒരു 5 മുതൽ 10 പേരെ മിനിമം അയാൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ഡ്രീം ആയിരിക്കണം ആദ്യം നമ്മൾക്ക് വേണ്ടത്. അത്തരത്തിലുള്ള ഒരു ടാർഗറ്റ് വേണം നമുക്ക് ആദ്യം വേണ്ടത്. അപ്പൊ ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെ നമ്മൾക്ക് ഈ 10 പേരെ ജോയിൻ ചെയ്യാൻ സാധിക്കും? ആ 10 പേരെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഈ പറയുന്ന വാങ്ങിയിരിക്കുന്ന ഡയറിയില് നിങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ആ ലിസ്റ്റ് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? നമുക്കറിയാം നമ്മളുടെ സുഹൃത്തുക്കള് ഒരുപാട് പേരുണ്ട്. ആ സുഹൃത്തുക്കളുടെ പേരുകൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ റിലേഷൻ സർക്കിളിലുണ്ട്. റിലേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ റിലേഷൻ വരുന്നത്? നമ്മുടെ ഫാദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻ, മദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻ, ബ്രദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻ, ബ്രദറിന്റെ വൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻ, അല്ലെങ്കിൽ സിസ്റ്റർ ഉണ്ടാവും, സിസ്റ്ററിന്റെ ഹസ്ബൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻസ്. അങ്ങനെ റിലേഷൻ സർക്കിൾ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു സർക്കിൾ നമുക്ക് ഉണ്ടാവും. ഇവരെല്ലാം നമുക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെ നമ്മൾ നെയ്ബേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാർ, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പരിചയക്കാരുണ്ടെങ്കിൽ അങ്ങനെ ആ പരിചയങ്ങളെല്ലാം തന്നെ മിനിമം ഒരു 100 പേരുടെ ലിസ്റ്റ് എങ്കിലും നമ്മൾ തയ്യാറാക്കണം എന്നുള്ളതാണ്. 100 എന്നുള്ളത് 200, 300, 400, 500 അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. പക്ഷെ മിനിമം ഒരു 100 പേരുടെ ലിസ്റ്റ്, അത് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നമുക്ക് 100 പേരുടെ ലിസ്റ്റ് റെഡിയാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മുടെ ഡയറിയിൽ ഭംഗിയായിട്ട് ആ ലിസ്റ്റ് നമ്മൾ റെഡിയാക്കുക. എങ്ങനെയാണ് ലിസ്റ്റ് റെഡിയാക്കേണ്ടത്? ആദ്യം പേര് എഴുതേണ്ട സ്ഥലത്ത് പേര് എഴുതുക, അതോടെ നെയിം നമ്മൾ എഴുതുക, അതിന്റെ ഇപ്പുറത്ത് അയാളുടെ സ്ഥലത്തിന്റെ പേര് എഴുതുക, അതിന്റെ തൊട്ട് ഇപ്പുറത്ത് അയാളുമായിട്ട് നിങ്ങളുടെ ബന്ധം എന്താണെന്നുള്ളത് എഴുതുക. അങ്ങനെ ആ 3 കോളത്തിലായിട്ട് ഈ 100 പേരുടെ ലിസ്റ്റ് നമ്മൾ റെഡിയാക്കുക എന്നുള്ളതാണ്. ആ ലിസ്റ്റ് റെഡിയാക്കുമ്പോൾ ഒരാളെ പോലും നമ്മൾ ഒഴിവാക്കരുത്. നമ്മളിങ്ങനെ എഴുതി വരും, ആ തോമസ് ഏട്ടന് ഇപ്പൊ 19, 60 വയസ്സായി, അയാൾ ഇനി ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഇത് മേടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾക്ക് പരിചയമുള്ള ഒരാളെ പോലും നമ്മൾ ഒഴിവാക്കരുത്. നിങ്ങൾക്ക് 100% അയാൾ ഇതിൽ ചേരില്ല, അല്ലെങ്കിൽ അയാൾ ഈ പ്രൊഡക്റ്റ് വാങ്ങില്ല, ഈ ബിസിനസ്സുമായിട്ട് അയാൾ സഹകരിക്കില്ല എന്ന് 100% ഉറപ്പുള്ള ആളാണെങ്കിൽ പോലും നിങ്ങളുടെ ലിസ്റ്റിൽ അയാളുടെ പേര് വന്നിരിക്കണം. നിങ്ങൾക്ക് ഈ ലോകത്ത് ആരെയൊക്കെ പരിചയമുണ്ടോ ആ പരിചയമുള്ള മുഴുവൻ ആൾക്കാരുടെ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു 100 പേരുടെ ലിസ്റ്റ് എങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ ലിസ്റ്റ് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിലേക്കാണ് പോകുന്നത്. ഈ ഫീൽഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് ടൂൾസ് വേണം. ടൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ പണിയായുധമാണ്, അല്ലെ? ഏതൊരു ജോലിക്ക് പോകുന്ന വ്യക്തിക്കും അയാൾക്ക് ഒരു പണിയായുധം ഉണ്ടാവും. ആ പണിയായുധമായിട്ടായിരിക്കും അയാളുടെ ജോലിക്ക് പോകുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് കുറച്ച് പണിയായുധങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ള. അപ്പൊ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരാളെങ്കിലും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്താൽ മാത്രമേ ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? നമ്മളുടെ വൈഫിനെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ അതിൽ ചേർത്തുകൊണ്ട് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആ ഗ്രൂപ്പിൽ വേറെ ഒരാളെ നിങ്ങൾ ആഡ് ചെയ്യരുത്. ആ ഗ്രൂപ്പ് എന്തിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഗ്രൂപ്പിലേക്ക് വേണം നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അത് നമ്മളുടെ ഈ ബയോഡോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റിമോണി വീഡിയോസ്, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് PDF, പ്രൊഡക്റ്റിന്റെ പ്രൈസ് ലിസ്റ്റ്, പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ്, കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള PDF, അതിന്റെ വീഡിയോസ്, ഡെമോ വീഡിയോസ്, ടെസ്റ്റിമോണി വീഡിയോസ്, ടെസ്റ്റിമോണി ഫോട്ടോസ് ഉണ്ടാവും. അങ്ങനെ ആ രീതിയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ ലീഡേഴ്സിന്റെ അടുത്ത് ചോദിച്ച് വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഗ്രൂപ്പ്, അപ്പൊ ആരെങ്കിലും നമ്മൾക്ക് ഇത് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾക്ക് ഈ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഓരോ ടെസ്റ്റിമോണിയും നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. പ്രൊഡക്റ്റ് PDF നമ്മൾക്ക് വീട്ടിൽ പോയി ഇരുന്ന് ആ PDF ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ നമുക്ക് സാധിക്കും. കമ്പനിയുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. സാഗർ സാറ് മലയാളത്തിൽ സംസാരിക്കുന്ന വീഡിയോസ് ഉണ്ട്, PDF-കളുണ്ട്. ആ PDF എല്ലാം കളക്ട് ചെയ്ത് നമ്മളുടെ ടൂൾസ് ആയിട്ട് ആ ഡിജിറ്റൽ ആയിട്ടുള്ള ആ രീതിയിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ സാധിക്കുമെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഏതെല്ലാം ഫോട്ടോസ് നമ്മൾക്ക് കിട്ടും ആ ഫോട്ടോസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് ഒരു ഫയലാക്കി വെച്ചാൽ നമ്മൾക്ക് ഓരോ നമ്മുടെ ക്ലയൻസിനെ കാണുന്ന സമയത്ത് അവരെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളുടെ എന്താ പറയുന്നത് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ, അതിന്റെ ഒരു PDF തന്നെ ഉണ്ട്. അത് നിങ്ങളുടെ ലീഡേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ആ ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഫോട്ടോ നമ്മളൊരു കമ്പ്യൂട്ടർ സെന്ററിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കളർ ഫോട്ടോ എടുത്തു തരും.
കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തരും നമ്മൾ. അപ്പൊ അങ്ങനെ ഒരു 10-15 ഫോട്ടോസ് നമ്മൾ കളക്ട് ചെയ്ത് ഒരു ഫയല് മേടിച്ച് ഫയലാക്കി വെക്കുക. ഒരു പാഡ് നമ്മുടെ അടുത്ത് വേണം, സ്ക്രിപ്ലിംഗ് പാഡ് നമുക്ക് വേണം. എന്തിനു വേണ്ടിയാണ്? നമ്മൾ സംസാരിക്കുമ്പോൾ മാർക്കറ്റിംഗ് പ്ലാൻ വരച്ചു കാണിച്ചു കൊടുക്കാനായിട്ടും ആ വരച്ചു കാണിക്കുന്ന പ്ലാൻ നമ്മൾക്ക് അവസാനം ആ കടലാസ് അവരുടെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് ഒരു പാഡ് നമ്മുടെ അടുത്ത് വേണം. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് എന്ത് വേണം? ഒരു പേന വേണം. നമ്മൾ അവിടെ ചെന്നിരുന്നിട്ട് അയാളോടല്ല പേന ചോദിക്കേണ്ടത്, മറിച്ച് നമ്മളുടെ ബാഗിൽ 1-2 പേന നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾക്കൊരു ബാഗും വേണം. കാരണം എന്ന് വെച്ചാല് നമ്മൾ വെറുതെ കയ്യും വീശിയിട്ട് നമ്മൾ ഫീൽഡിലേക്ക് പോകരുത്. കാരണം നമ്മൾ ഈ ഒരു ബിസിനസ് ഇതൊരു പ്രൊഫഷനാണ്. ഇതൊരു പ്രൊഫഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. കാരണം ഇതിലൂടെ വേണം നമ്മൾ കോടികൾ ഏൺ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പൊ ഇതൊരു എക്സിക്യൂട്ടീവ് വർക്കാണിത്, ഒരു വൈറ്റ് കോളർ ജോബാണിത്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഡ്രസ്സിങ് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാതെ തൊട്ടടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് കള്ളിമുണ്ട് എടുത്തുകൊണ്ടൊന്നും നമ്മൾ അവിടെ പോകരുത്. നമ്മൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സെയിൽസ്മാൻ ആണ്, ഒരു സൂപ്പർ സെയിൽസ്മാൻ ആണ്. ആ സെയിൽസ്മാന്റെ ഗെറ്റപ്പിൽ വേണം നമ്മൾ ഏതൊരു വ്യക്തിനെ നമ്മൾ കാണാൻ പോവാൻ. നിങ്ങളുടെ സ്വന്തം ചേട്ടനെ കാണാൻ പോകുന്ന സമയത്താണെങ്കിൽ പോലും ആ രീതിയിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഡ്രസ് ചെയ്ത് നമ്മൾ പോവാ. ഷേവ് ചെയ്യുക. കാരണം ചില ആൾക്കാർക്ക് ഡെയിലി ഷേവ് ചെയ്യണ ഒരു ശീലമില്ല. പക്ഷെ നമ്മൾ ഇനി ഡെയിലി ഷേവ് ചെയ്യണം. കാരണം നമ്മൾ എക്സിക്യൂട്ടീവ്സ് ആണ്. ആ രീതിയിൽ ഞാനൊക്കെ പിയർലെസ്സിൽ വന്ന സമയത്താണ് ഷേവ് ചെയ്യാൻ തന്നെ പഠിച്ചത്. ആ ഡെയിലി ഷേവ് ചെയ്ത് ഇന്നത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഡെയിലി ഷേവ് ചെയ്യുക. ചില ആൾക്കാരെ സംബന്ധിച്ച് താടി വെച്ചാൽ അവർക്ക് ഭംഗി ഉണ്ടാവുള്ളൂ. അവര് താടി വെക്കണം, പക്ഷെ പിച്ചക്കാരനെ പോലെ താടി വെച്ച് നമ്മൾ നടക്കരുത്. ആ താടി നല്ല രീതിയിൽ ട്രിം ചെയ്ത് കാണാൻ ഭംഗിയാക്കി നമ്മൾ വെച്ച് വെക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഹെയർ സ്റ്റൈൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരു എക്സിക്യൂട്ടീവ് ഹെയർ സ്റ്റൈൽ ആയിരിക്കണം നമ്മൾക്ക്. നമ്മൾ കാണുന്ന സമയത്ത് ഇവൻ ഏത് ഉഡായിപ്പാണെന്നുള്ള ഒരു തോന്നല് മറ്റുള്ളവർക്ക് വരരുത്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. അത് നമ്മളുടെ ഈ പറയുന്ന ഡ്രസ്സിങ്ങില്, നമ്മുടെ ഹെയർ സ്റ്റൈല്, നമ്മുടെ ഭംഗിയായിട്ടുള്ള മുഖം, ഷേവ് ചെയ്തിട്ടുള്ള മുഖം, ഇതിൽ നിന്നൊക്കെയാണ് ഒരാളെ നമുക്ക് ഇംപ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. ആ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ ജോലി പകുതി അവിടെ വെച്ച് തീരും എന്നുള്ളതാണ്. 50% നമുക്ക് അയാളെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് വർക്ക് ചെയ്യണം. റെഗുലർ വർക്കിലൂടെ മാത്രമേ നമ്മുടെ സ്കില്ലിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കൂ. ഞാൻ പറഞ്ഞു, ഞാൻ ഏതാണ്ട് 6 മാസം കൊണ്ടാണ് പിയർലെസ്സിൽ 300ഓളം ആൾക്കാരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. ഈ 300 പേരില് ഒരു 250 പേരും എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ആൾക്കാരാണ്. കാരണം എന്ന് വെച്ചാല് ഞാൻ ബോൺ ബോട്ടം ബാംഗ്ലൂരാണ്. എനിക്ക് കേരളോട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ 84 വന്ന സമയത്താണ്, 84 ഞങ്ങൾ ഇവിടെ വരുന്നത്. 87 ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്യുന്നത്. വളരെ ചെറിയ ഒരു കോണ്ടാക്ട്സ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്റെ സ്വപ്നങ്ങൾ പൂവണിക്കാൻ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെയും എനിക്ക് കാണേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള. അപ്പോ ഈ റെഗുലർ ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ കുറെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ സ്കില്ല് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത്. ഈ രംഗത്ത് എന്റെ സ്കില്ല് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന 100 പേരുടെ ലിസ്റ്റ്, ആ 100 പേരുടെ ലിസ്റ്റിൽ നിന്ന് ഡെയിലി മിനിമം നമ്മൾ ഒരു 3 പേരെ കാണാൻ നമ്മൾ തയ്യാറാണ്. ഇതൊരു റെഗുലർ പ്രോസസ്സാണ്. ഇത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ സൂപ്പർ അല്ല, അതിനെക്കാട്ടിയും അപ്പുറത്തെ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് വളർന്നു വരാൻ സാധിക്കും. പക്ഷെ ഇറഗുലർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കും അയാളുടെ സ്കില്ലിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന രീതിയിൽ റെഗുലർ ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയിട്ടുള്ള കഴിവുകൾ, നിങ്ങൾ നേടിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അത് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. നമ്മള് ചെറുപ്പത്തില് LKG മുതൽ നമ്മൾ പഠിക്കാൻ പോയിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ ദിവസമൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്നത് നമ്മൾ കരഞ്ഞ് എനിക്ക് പോകണ്ട എന്നുള്ള ഒരു മനോഭാവത്തിലാണ്. പക്ഷെ വീട്ടുകാർ നമ്മുടെ അച്ഛനമ്മ അതൊന്നും സമ്മതിക്കില്ല. എത്ര കരഞ്ഞാലും ശരിയാണ്, നമ്മള് ക്ലാസ്സിൽ കൊണ്ടുവരുത്തും. പക്ഷെ ആ ക്ലാസ്സിൽ പോയി ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കരച്ചിലൊക്കെ മാറും. കാരണം എന്താ വെച്ചാൽ ആ അന്തരീക്ഷമായി നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം എന്താണ്, ഡെയിലി അവിടെ പോയി കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടി, അത് നല്ല രസമായിട്ട് മാറി. പിന്നെ നമ്മൾ വാശി പിടിക്കും സ്കൂളിൽ പോകാനായിട്ട്. മുടക്കു ദിവസവും നമ്മൾ സ്കൂളിൽ പോകണം എന്നൊക്കെ നമ്മൾ വാശി പിടിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ മോളൊക്കെ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ കരയും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് എന്റെ മോളൊക്കെ വന്നത്. അപ്പൊ ഇവിടെ ഈ രീതിയിൽ അതായിട്ട് റെഗുലർ ആയിട്ട് ആ ഒരു പ്രോസസ്സിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ പോകാനുള്ള ഒരു താല്പര്യം നമ്മൾക്ക് ഉണ്ടാവും. എന്നും നമുക്ക് പോകണമെന്നും നമുക്ക് പഠിക്കാൻ, അങ്ങനെ എന്താ പറയുന്നത്, വളരെ ചെറുപ്പം മുതല്
10-12 വർഷം പഠിച്ചപ്പോഴാണ് നമുക്ക് SLC എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നമുക്ക് കടന്ന് വരാൻ സാധിച്ചത്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇത് ആ പ്രായമാകുമ്പോ SLCയിൽ കൊണ്ടുപോയി ചേർത്തപ്പോൾ എന്തിനാണ് ഇത്രയും ക്ലാസ്സുകൾ വെറുതെ നമ്മൾ പഠിക്കണമെന്നൊക്കെ ചോദിക്കും. ഈ ഒരു റെഗുലർ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ SLC പരീക്ഷ എഴുതാനും അത് പാസ്സാകാനൊക്കെ നിങ്ങൾക്ക് സാധിച്ചത്. അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരങ്ങൾ അത് 2-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 2-ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. 2-ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ 3-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ടഫായിട്ടുള്ള വിഷയങ്ങളായിരിക്കും. ആ ടഫായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു എന്താ പറയുക സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് റെഗുലർ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയത് കൊണ്ടാണ് നമ്മൾക്ക് എന്ത് കിട്ടിയത്, വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കിട്ടിയത്. ഇനി നമ്മളൊരു ജോലി പഠിക്കാൻ പോയി. ആ ജോലി നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ റെഗുലർ ആദ്യം ചെല്ലുന്ന സമയത്ത് നമ്മൾ എന്താ വിചാരിക്കും, ഇത് ഇത്രയും ബുദ്ധിമുട്ടുള്ള ജോലിയാണല്ലോ, ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ 2-3 വർഷം എടുക്കും എന്നായിരിക്കും നമുക്ക് ആദ്യമേ തോന്നുന്നത്. പക്ഷെ റെഗുലർ ആയിട്ട് നമ്മൾ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ ദിവസവും ആ ജോലി ചെയ്ത് വരുമ്പോൾ കുറെ മാസങ്ങൾ കഴിയുമ്പോൾ വളരെ നിഷ്പ്രയാസമായിട്ട് ആ ജോലികളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് വരുമ്പോൾ ആ വലിയ കാര്യം എന്ന് നമ്മൾ വിചാരിച്ച കാര്യം പോലും നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം എന്താണ്, അതൊരു റെഗുലർ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നുപോയതുകൊണ്ടാണ് ആ ജോലി നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത്. എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മളൊരു ജോലി പഠിക്കാൻ വേണ്ടിയല്ല നിങ്ങളോട് റെഗുലർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ റെഗുലർ ആയിട്ട് നിങ്ങളോട് വർക്ക് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കോടികൾ ഏൺ ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അപ്പൊ മിനിമം ഒരു ദിവസം ഒരു 3 പേരെ വെച്ച് നമ്മൾ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ 1 മാസം കൊണ്ട് നമുക്ക് എന്തുവരെ ഈ പറയുന്ന 100 പേരെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ നമ്മൾക്ക് ഒരു 10 പേരെ മിനിമം അതിനകത്ത് നമുക്ക് ജോയിൻ ചെയ്യിച്ച് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വളരെ ഷുവർ ആയിട്ടുള്ള കോണ്ടാക്ട് ലിസ്റ്റ് നമ്മൾ ഈ 100 പേരുടെ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും അവരെ എടുക്കും എന്ന് ഉറപ്പുള്ള ഒരു 10-20 പേരുടെ ലിസ്റ്റ് നമ്മൾ സോർട്ട് ചെയ്യുക. സോർട്ട് ചെയ്തിട്ട് ആദ്യം നമ്മൾ ഒറ്റക്ക് പോവാൻ ധൈര്യമുള്ളവർക്ക് ഒറ്റക്ക് പോകാം, ഒരു കുഴപ്പമില്ല. ഈ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് ഇത് ഒറ്റക്ക് പോകാം. ഇനി ഇതൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല എന്ന് വിശ്വാസമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, നിങ്ങളുടെ അപ്ലൈന്റെ സഹായത്തോടു കൂടി നമ്മൾ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഏതെല്ലാം സമയത്ത് നമുക്ക് പ്രോഗ്രാം വേണോ അതെല്ലാം മുൻകൂട്ടി പറയുക. ആ അപ്പോയിന്റ്മെന്റ് നമ്മൾ ഈ പറയുന്ന അപ്ലയൻസിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ അപ്പോയിന്റ്മെന്റ് നമ്മൾ എടുത്താൽ നമ്മൾ എന്തോ ഒരു കാര്യത്തിനോട് വരുന്നുണ്ട്, എന്തോ കാര്യം സംസാരിക്കാൻ വരുന്നുണ്ട് എന്നുള്ളത് ഒരു തോന്നൽ അയാൾക്ക് ഉണ്ടാവും. അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്തിനു വേണ്ടിയാണോ നമ്മൾ ചെല്ലുന്നത് ആ വിഷയത്തെ കുറിച്ച് ഒന്നും നമ്മൾ സംസാരിക്കരുത്. നിങ്ങൾ മിക്കവാറും നിങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അപ്പോയിന്റ്മെന്റ്സ് ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഷാജി എന്ന് പറയുന്ന ഒരാളെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഷാജിനെ നമ്മൾ ഫോണിൽ വിളിക്കുന്നു, ഷാജി നീ എവിടെയുണ്ട്? ഞാൻ വീട്ടിലുണ്ട്, നാളെ ഞാൻ ആ വഴിക്ക് വരുന്നുണ്ട്, നാളെ എപ്പോ വീട്ടിലുണ്ടാവും, വൈകിട്ട് എത്ര മണിക്ക് വീട്ടിലുണ്ടാവും? ഞാനൊരു 7 മണിക്കൊക്കെ വീട്ടിലുണ്ടാവും. അപ്പൊ എന്താണ് കാര്യം എന്ന് ചോദിക്കും. ഞാൻ അതിലെ വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാണ്. ഇത്രേ പറയാൻ പാടുള്ളൂ. ജസ്റ്റ് ആ അപ്പോയിന്റ്മെന്റ് എടുക്കുക, നമ്മളവിടെ ചെല്ലൂ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെ ഒരു ദിവസം ഒരു 5 പേരുടെ അപ്പോയിന്റ്മെന്റ് നമ്മൾ എടുത്തു വെക്കുക. കാരണം 5 പേരുടെ അപ്പോയിന്റ്മെന്റ് എടുത്താലേ നമുക്കൊരു 2-3 പേരെ നമുക്ക് കാണാൻ പറ്റും. ഈ അപ്പോയിന്റ്മെന്റ് തരുന്ന ആൾക്കാരെല്ലാം ആ സമയത്ത് തന്നെ വീട്ടിലുണ്ടാവണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. ആ അപ്പോയിന്റ്മെന്റ് നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലീഡേഴ്സിന്റെ സഹായത്തോടു കൂടി അവരെ കാണാൻ പോവുക. അങ്ങനെ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് കയ്യും വീശിയോ ഒന്നല്ല, എന്റെ സീനിയർ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കയ്യും വീശി അങ്ങോട്ട് പോയിക്കോളാം, ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളി കൊണ്ടുവരുമല്ലോ. അങ്ങനെയല്ല, നമ്മൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സെയിൽസ്മാൻ ആണ്. നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആ ബാഗ്, ഫയല്, നമ്മളുടെ ഈ ലിസ്റ്റിന്റെ ബുക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അറ്റ്ലീസ്റ്റ് ഒരു ഡെമോ കാണിക്കാനുള്ള ആ ഒരു റിസ്റ്റ് ബാൻഡ് എങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അത് ചിലപ്പോൾ ലീഡറിന്റെ കയ്യിലുണ്ടാവും, എന്നാലും നമ്മളുടെ കയ്യിൽ അത് നമുക്ക് വേണം. നമ്മളത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും. ആ റിസ്റ്റ് ബാൻഡ് കെട്ടിക്കൊണ്ട് വേണം നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ. അപ്പൊ നമ്മുടെ വർക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് പല രീതിയിൽ നമ്മൾക്ക് ഈ ബിസിനസ്സിലേക്ക് ആളെ കൊണ്ടുവരാം. ഒന്ന് 1 to 1. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അപ്പോയിന്റ്മെന്റ് എടുത്ത് നിങ്ങളുടെ ലീഡറിന്റെ സഹായത്തോടു കൂടി ഒരാളെ നമ്മൾ പോയി കാണുന്നു. ആ കാണുന്ന വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ അപ്ലൈനായിട്ട് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള. ആ പരിചയപ്പെടുത്തി കൊടുക്കുക. ആ പരിചയപ്പെടുത്തിയാൽ മാത്രം മതി, നിങ്ങൾ വേറൊന്നും ചെയ്യാനില്ല. ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ അപ്ലൈൻ അവരോട് സംസാരിച്ചോ. അങ്ങനെ അവർ വീടിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ അപ്ലൈനും
ഈ പറയുന്ന നിങ്ങളുടെ സുഹൃത്ത് തമ്മിൽ മുഖാമുഖം ഇരിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അല്ലാണ്ട് അയാളുടെ മുഖാമുഖം പോയിട്ട് നിങ്ങൾ ഇരിക്കരുത്. അങ്ങനെ നിങ്ങൾ മാറിയിരിക്കുക, നിങ്ങളുടെ അപ്ലൈനെ അയാളായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന അപ്ലൈൻ സംസാരിക്കുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് സീരിയസ് ആയിട്ട് അവിടെ ഇരുന്നത് കേൾക്കുക. എങ്ങനെയാണ് നമ്മളുടെ അപ്ലൈൻ ഒരു വിഷയം, നമ്മുടെ ഈ പറയുന്ന ഈ ബയോട്ടോറിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, അത് ആദ്യം നമ്മൾ കണ്ടുപഠിക്കുക എന്നുള്ളതാണ്. അവിടെ ഇരുന്ന് വളരെ സീരിയസ് ആയിട്ട് അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ അപ്ലൈൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കസ്റ്റമറിന്റെ ആ മുഖത്തേക്കും ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അയാളുടെ എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടോ, അയാൾ എടുക്കാൻ തയ്യാറാണോ, അല്ലെങ്കിൽ അയാൾക്ക് ഒരു പുച്ഛ മനോഭാവമാണോ ഈ പറയുന്ന കാര്യത്തിനോടൊക്കെ, അത് നമ്മൾ ശ്രദ്ധിച്ചാല് വളരെ നന്നായിരിക്കും. അപ്പൊ ഈ രീതിയിൽ അപ്ലൈൻ കാര്യങ്ങൾ സംസാരിച്ച് ഏതാണ്ട് ആ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് നമുക്ക് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ വേണം അവിടെ അയാൾക്ക് ഉറപ്പ് കൊടുക്കാൻ. ഏതൊരു വ്യക്തിക്കും നമ്മൾ ഉറപ്പ് കൊടുക്കാൻ തയ്യാറായാൽ അയാൾ നമ്മളെ കൂടി നിൽക്കും എന്നുള്ളത്. ആ ഉറപ്പ് നമ്മളുടെ ഭാഗത്തു നിന്നായിരിക്കണം വരേണ്ടത്. അദ്ദേഹത്തിന് പരിചയമില്ലാത്ത നിങ്ങളുടെ അപ്ലൈൻ അല്ല ഉറപ്പ് കൊടുക്കേണ്ടത്, മറിച്ച് നിങ്ങളെ നേരിട്ട് പരിചയമുള്ള നിങ്ങളാണ് അയാൾക്ക് ഒപ്പ് കൊടുക്കുന്നത്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഷാജി, നമുക്ക് ഒരുമിച്ച് ഈ ബിസിനസ് മുന്നോട്ടുണ്ടോ, നമ്മുടെ അപ്ലൈൻസ് ഒക്കെ അടിപൊളിയാണ്, അവരൊക്കെ ഏത് സമയത്തും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും, നമുക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് ചെയ്യാനായി. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റിന്റെ പൈസ തന്നേക്ക് നമുക്ക് ഇന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ സൈനപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ ആ രീതിയിൽ അതിനെ സംസാരിച്ച് നമ്മൾ കൺക്ലൂഡ് ചെയ്യാന്നുള്ള. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് പറയേണ്ടത്. അവിടെ അപ്ലൈൻ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, അപ്ലൈനായിട്ട് പരിചയമില്ല, അപ്ലൈനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഉറപ്പ് കൊടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ കയറി അങ്ങോട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പല പ്രാവശ്യം നിങ്ങളുടെ അപ്ലൈനായിട്ട് നിങ്ങൾ ഫീൽഡിൽ പോകുമ്പോൾ ഒരു വ്യക്തിയായിട്ട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇത് തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, തുടക്കം തന്നെ നമ്മൾ ഈ ബയോട്ടോറിയമാണോ പറയേണ്ടത്, അല്ലെങ്കിൽ എന്ത് വിഷയത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ലിസ്റ്റിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഒറ്റക്ക് പോയി കാണാനുള്ള ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും. അങ്ങനെ 1-2 പേരെയൊക്കെ നിങ്ങൾ ഒറ്റക്ക് പോയി കണ്ടു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും, നിങ്ങൾക്ക് ഒറ്റക്ക് പോയി കാണാനുള്ള നിങ്ങളുടെ ആ സ്കില്ല് അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ 1-to-1 നമുക്ക് ചെയ്യാം, നമുക്ക് ഓരോരുത്തരുടെയും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നേരിട്ട് പോയിരുന്ന കാര്യങ്ങൾ സംസാരിക്കാം. രണ്ടാമത് നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ഹൗസ് മീറ്റിംഗ് സംഘടിപ്പിക്കാം. നമ്മുടെ വീട്ടില് ഒരു വൈകിട്ട് സമയത്ത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെ, ഒരു 5-10 സുഹൃത്തുക്കളെ നമ്മൾ വിളിക്കുക, എന്നിട്ട് ആ പറയുന്ന ഹൗസ് മീറ്റിംഗിലേക്ക് ക്ഷണിക്കുക. ആ നമ്മളുടെ ഒരു അപ്ലൈനെ നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ ഒരു ലീഡറിനെ വിളിക്കുക, ആ വരുന്ന വ്യക്തികളോട് അവര് സംസാരിക്കും. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, കുറെ ആൾക്കാരെ നമുക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സൂം മീറ്റിംഗിൽ നമുക്ക് അറ്റൻഡ് ചെയ്യിക്കാം ആൾക്കാരെ. നമ്മളും സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണം. എല്ലാ ദിവസവും 6 മണിക്ക് നമ്മൾ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണം. ഒരു നിവൃത്തിയില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ഒഴിവാക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും രാവിലെയുള്ള ഈ സൂം മീറ്റിംഗ് നമ്മൾ ഒഴിവാക്കണം. കാരണം അതിരാവിലെ എണീക്കുക, അതിരാവിലെ ഒരു സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിന്റെ ഭാഗമാണ്. BOP മീറ്റിംഗ്സ്, കമ്പനി BOP മീറ്റിംഗ്സ്, ഇതൊന്നും നമ്മൾ ഒഴിവാക്കരുത്. ഇല്ലേ, നമ്മൾ പലപ്പോഴും ആൾക്കാരെ മീറ്റിംഗിലേക്ക് വിളിക്കുമ്പോൾ അവര് പറയുന്നത് അയ്യോ ഇന്ന് എനിക്ക് ലീവ് എടുക്കാൻ സാധിക്കൂല. പക്ഷെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീവ് എടുക്കൂലേ? ഇല്ലേ, ആ മരിച്ച ആള് മരിച്ചു പോയി, പിന്നെ അവിടെ ലീവ് എടുത്ത് നമ്മൾ അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. എന്നാലും നമ്മൾ അത്രയും കാര്യങ്ങൾക്ക് ലീവ് എടുക്കും, കല്യാണത്തിന് ലീവ് എടുക്കും. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി, നമ്മൾക്ക് നോളേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കമ്പനി നടത്തുന്ന മീറ്റിങ്ങുകൾ, ലീഡേഴ്സ് നടത്തുന്ന മീറ്റിംഗ്, ആ മീറ്റിംഗിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മീറ്റിങ്ങിലൂടെ മാത്രമേ നിങ്ങൾക്ക് നോളേജ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഈ മീറ്റിങ്ങുകൾ നമ്മൾക്ക് ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. മീറ്റിങ്ങിലൂടെ ഒരു മീറ്റിംഗ് നിങ്ങൾ ഒഴിവാക്കരുത്, ഒരു ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ ഒഴിവാക്കരുത്. ഞാൻ പറഞ്ഞു 10-38 വർഷം മുമ്പ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോ എനിക്ക് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും ഇല്ലായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇത്രയും ഈ പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ എന്റെ പേഴ്സണാലിറ്റി ഒരുപാട് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. അതിനുവേണ്ടി എനിക്ക് 5 പൈസ മുടക്കേണ്ടി വന്നില്ല. 100 കണക്കിന് 1000 മീറ്റിങ്ങുകൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, 1000 മീറ്റിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, 1000 ആൾക്കാരുടെ അറിവ് എനിക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആലോചിച്ചോക്കെ, അതൊന്നും നമുക്ക് കാശ് കൊടുത്താൽ കിട്ടില്ല. ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങളാണ് അതൊക്കെ. ഒരു മീറ്റിങ്ങിൽ പോയി ഇരിക്കുക, നമ്മളെ കേൾക്കാനായിട്ട് 100 ആൾക്കാർ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുക എന്നൊക്കെ പറയുന്നത് വേറെ ഏത് രംഗത്ത് ഇത് നടക്കും? അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് വളർന്നു വരണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ഞാൻ എല്ലാ ദിവസവും സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്.
വളരെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാണ്ട് പോകാറുള്ളൂ. അപ്പൊ പുതിയതായിട്ട് വരുന്ന ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങളെല്ലാവരും സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം സൂമിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാര് എത്രത്തോളം നിങ്ങൾ സൂമിന് പ്രാധാന്യം കൊടുക്കണമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ആ സൂമിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക, BOP മീറ്റിംഗ്സിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക, ട്രെയിനിങ് പ്രോഗ്രാംസിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. കമ്പനിയുടെ ഒരു പ്രോഗ്രാമും നമ്മൾ ഒഴിവാക്കരുത്. കാരണം ആയിരങ്ങൾ ചെലവാക്കിക്കൊണ്ടാണ് നമ്മൾക്ക് വേണ്ടി നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ, നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് കമ്പനി ഇത്രയും പൈസ മുടക്കിക്കൊണ്ട് ഈ പറയുന്ന പ്രോഗ്രാംസ് നമ്മൾക്ക് വേണ്ടിയാണ് നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ മീറ്റിങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ പോയി കാണുന്ന വ്യക്തികളാ പലപ്പോഴും നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറില്ല എന്നുള്ളതാണ് വളരെ ദയനീയമായ ഒരു പരാജയം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വ്യക്തി വന്ന് സംസാരിച്ചു, ആ വ്യക്തി വന്ന് സംസാരിക്കുന്നത് ഒരു ലീഡർ ആയിരിക്കാം. അദ്ദേഹം വന്ന് സംസാരിച്ച് അത് ആ ഓൺ ദ സ്പോട്ടിൽ അത് നടന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഒരിക്കലും അത് എടുക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ വരരുത്. കാരണം ഞാൻ ഈ പറയുന്ന എന്റെ പല വ്യക്തികളെ ഞാൻ 5, 6, 7, 8, 10 പ്രാവശ്യമൊക്കെ ഫോളോ അപ്പ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ എനിക്ക് ജോയിൻ ചെയ്യിക്കാൻ സാധിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഫിയർലെസ്സിലൊക്കെ ഒരു പോളിസി ചേർപ്പിക്കാൻ വേണ്ടി 15 പ്രാവശ്യമൊക്കെ ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു 15 പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യണത് എനിക്ക് കൂടുതൽ കോണ്ടാക്ട് ഇല്ല അയാളിൽ നിന്ന് എങ്ങനെയെങ്കിലും. കാരണം അത്രയും പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം അയാളുടെ മനസ്സ് മാറും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എപ്പോഴും ഒരു സൂം മീറ്റിംഗിൽ നമ്മുടെ ശ്രീകുമാർ സാർ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീകുമാർ സാർ എന്ന് പറയുന്നത് നമ്മുടെ കൊട്ടാരക്കര ജില്ലാ സ്റ്റോക്കിസ്റ്റ് ആണ് പുള്ളി. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ബയോട്ടോറിയം ആ വ്യക്തി ആദ്യം വന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം വെറും തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പക്ഷെ ആ വ്യക്തി വീണ്ടും 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 അങ്ങനെ 4, 5 പ്രാവശ്യം ശ്രീകുമാർ സാറിനെ കോണ്ടാക്ട് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ശ്രീകുമാർ സാറ് ഒരു ജില്ലാ സ്റ്റോക്കിസ്റ്റ് ആയിട്ട് ഈ ബയോട്ടോറിയത്തിൽ പ്രവർത്തിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാള് 2 പ്രാവശ്യം കണ്ട് ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ അയാൾ പോയിരുന്നെങ്കിൽ ഇന്ന് ശ്രീകുമാർ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് ഈ ബയോട്ടോറിയത്തിൽ ഉണ്ടാവില്ല. അപ്പൊ കഴിവുള്ള വ്യക്തികളെ നമ്മൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അയാൾ വന്നാൽ അയാൾ കഴിവുള്ള വ്യക്തിയാണ്, അയാൾ ഈ ബിസിനസ് നന്നായിട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നാണെങ്കിൽ 1 പ്രാവശ്യമല്ല, 10 പ്രാവശ്യമല്ല, 25 പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്താലും അതിനകത്ത് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ഉള്ള ആൾക്കാരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഫേസ് വാല്യൂ ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിലുള്ള ചില ആൾക്കാർ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. അതാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ആ വ്യക്തിയെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആ ഏരിയയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അയാളിലൂടെ നമുക്ക് അവിടെ ഈസി ആയിട്ട് ഒരു ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഫോളോ അപ്പ് വളരെ മസ്റ്റാണ്. അതിൽ ഒരു മടിയും നമ്മൾ കാണിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി കഴിവുള്ള വ്യക്തിയാണെങ്കിൽ അയാളെ പല പ്രാവശ്യം നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. കാരണം ഈ കഴിവുള്ള വ്യക്തികൾ എപ്പോഴും നമ്മളുടെ അടുത്ത് നിന്ന് വഴുതി മാറാനായിട്ട് ശ്രമിക്കും. അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അവരെപ്പോഴും നമ്മൾക്ക് എതിരെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് അവർക്ക് കഴിവുള്ളത് കൊണ്ടാണ് ആ രീതിയിൽ അവർക്ക് നമ്മളെ ഒഴിവാക്കാൻ അവർക്ക് സാധിക്കുന്നത്. അങ്ങനെ ഒഴിവാക്കുന്ന ആൾക്കാർ കഴിവുള്ള വ്യക്തികളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ പല പ്രാവശ്യം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. ഞാൻ 1 വർഷമൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോ ഈ പറയുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ മനസ്സ് മാറി അവർ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. നമ്മള് എന്താ ചെയ്യാ, നമ്മള് പലപ്പോഴും ഈ ബിസിനസ് ചെയ്യുമ്പോ പല ആൾക്കാരും വർക്ക് ചെയ്യുന്നത് പണത്തിന് വേണ്ടിയും റിസൾട്ടിന് വേണ്ടിയുമാണ്. ഞാൻ 2 പേരെ കണ്ട് പക്ഷെ ആരും ജോയിൻ ചെയ്തില്ല. ഞാൻ 4 പേരെ കണ്ട് ജോയിൻ ചെയ്തില്ല. നമ്മൾ റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ റിസൾട്ടിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ അല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മൾ ഡ്യൂട്ടി റെഗുലർ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ജോലി പഠിക്കാൻ പോയ സമയത്ത് നിങ്ങൾ പൈസ പ്രതീക്ഷിച്ചിട്ടാണോ ജോലിക്ക് പോയത്? അല്ല, ഒരു ജോലി പഠിക്കാനാ പോയത്. നിങ്ങൾ ജോലി പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് തച്ചുകാശും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടാൻ തുടങ്ങിയത്. പക്ഷെ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു എൻട്രി വന്നു കഴിയുമ്പോൾ ആ ഒരു എൻട്രി പിടിച്ചു വെച്ച് അപ്പുറത്തെ ഒരു എൻട്രി വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെയല്ല നമ്മൾ ഈ ബിസിനസ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക. കാരണം നിങ്ങൾ കർമ്മം ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടിയിരിക്കും എന്നുള്ളത് 100%. അതൊരു പ്രകൃതി നിയമമാണത്. ആ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. എത്ര കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിലും എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ റെഗുലർ ആയിട്ട് അയാൾ ചെയ്തു പോയാൽ റിസൾട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. റിസൾട്ട് നിങ്ങൾ അന്വേഷിച്ച് വരും എന്നുള്ള. നെറ്റ്വർക്കിംഗ് ഈസ് ഓൾ അബൌട്ട് ക്രിയേറ്റിംഗ് ആൻഡ് ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, നോട്ട് സെല്ലിംഗ്. നമ്മൾ ഇന്ന് സെല്ല് ചെയ്യാൻ നടക്കുന്നത് കൊണ്ടാണ് 95% ആൾക്കാർക്ക് നെറ്റ്വർക്കിൽ വിജയിക്കാൻ സാധിക്കാത്തത്.
നമ്മളുടെ പ്രൊഡക്റ്റും ചുമന്ന് ആ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി നടക്കണേ. അതല്ല, നമ്മളിവിടെ ഒരു എന്താ പറഞ്ഞ നമ്മളൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരിലൂടെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ടീമിനെ നമുക്ക് നയിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുക എന്നുള്ളതാണ്. ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ ഡെയിലി ചെയ്യുക. ആൾക്കാർ ചേരാതിരിക്കെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തന്നെ 2000-ലാണെന്ന് തോന്നുന്നു, തമിഴ്നാട്ടില് ഏത് സ്ഥലമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ആ സ്ഥലത്തൂടെ ഒരു വ്യക്തി സൈക്കിൾ ചവിട്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് അയാളുടെ ശ്രദ്ധയിൽ ഒരു ബോർഡ് ഒരു പുതിയൊരു ബോർഡ് അയാൾ കണ്ടു. അയാൾ ഇന്നും ആ വഴി കൂടിയാണ് സൈക്കിളിന് പോകുന്നത്. പക്ഷെ ഇത്രയും ദിവസം കാണാത്ത ഒരു ബോർഡ്, പെട്ടെന്ന് ഒരു ബോർഡ് കണ്ടു. ആ ബോർഡിൽ പൂമാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞാല് ആ ഒരു ഓഫീസ് ഇനാഗ്രേഷൻ ആണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ബോർഡിലൊക്കെ നോക്കി. അദ്ദേഹത്തിന് അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ എന്താണെന്നൊന്നും വായിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പൊ ഇത് എന്താണ് പരിപാടി എന്ന് അറിയാൻ വേണ്ടി അയാൾ സൈക്കിള് പുറത്ത് വെച്ചിട്ട് നേരെ അകത്തേക്ക് കയറി ചെന്ന് അവിടുത്തെ ആ വ്യക്തി, അവിടെ കണ്ട ആൾക്കാരോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് അയാൾക്കൊരു കാര്യം മനസ്സിലായത്. ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി, ഒരു കമ്പനിയുടെ ഇനാഗ്രേഷൻ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഓഫീസാണ്. അവര് ഇതിന്റെ ആ പ്രൊഡക്റ്റിനെ കുറിച്ചും അതിന്റെ പ്ലാനിനെ കുറിച്ചൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവര് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് ചെയ്യണോന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ താല്പര്യമുണ്ട്, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തി അയാളുടെ ഗ്രാമത്തിൽ ചെന്നുകൊണ്ട് അയാൾ പറഞ്ഞത്, ഷഡ്ഡി ഇട്ടാ പൈൽസ് മാറും, ഷോക്സ് ഇട്ടാല് വാദം മാറും. ഇതാണ് അവരുടെ പ്രൊഡക്റ്റ്. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇന്നർവെയറിൽ, അണ്ടർവെയറിലൊക്കെ ഈ പറയുന്ന സെറാമിക് കോട്ടിംഗ് ഉള്ള ഒരു പ്രത്യേക തരം സെറാമിക് ആണ് ഈ പറയുന്ന സോക്സിലാണെങ്കിലും ഈ പറയുന്ന ബ്രീഫിലാണെങ്കിലും ഒക്കെ പിടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എവിടെയെല്ലാം നമ്മളുടെ ശരീരത്തിൽ പല സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബനിയനാണെങ്കിലും ഇതെല്ലാം ഈ സെറാമിക് കോട്ടിംഗ് ആണുള്ളത്. ഈ കോട്ടിംഗ് ഉള്ള സാധനം നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകുകയും അതുവഴി നമുക്ക് രോഗശാന്തി കിട്ടുകയും ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായിരുന്നു അവരുടെ ആ പ്രൊഡക്റ്റ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഇതിന്റെ സയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയാൻ പാടില്ല. അദ്ദേഹം പറയുന്നതാണ്, ഷഡ്ഡി ഇട്ട പൈസ മാറും, സോക്സ് ഇട്ട വാദം മാറും. അങ്ങനെ അയാൾ കാണുന്ന മുഴുവൻ ആൾക്കാരോടും, ഏതാണ്ട് 1000-കണക്കിന് ആൾക്കാരോടാണ് അയാൾ ഈ പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു നടന്നത്. അദ്ദേഹം ഒരു പ്രാവശ്യമല്ല, ഈ കാണുന്ന ആൾക്കാരോട് വീണ്ടും 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 പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞ് ഒരു ദിവസം ഒരാള് ചെയ്യാന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ഇയാളുടെ ഒപ്പം ഓഫീസിൽ വരികയും, അങ്ങനെ അദ്ദേഹം ഇയാളെക്കാട്ടിയും വളരെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ജോയിൻ ചെയ്തു. അതിനുശേഷം അതിന്റെ പുറകെ പതുക്കെ പല ആൾക്കാരും ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് അതൊരു വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറി. 2000-ലൊക്കെ കേരളത്തിൽ തന്നെ ഭയങ്കര ബിസിനസ് എടുത്ത ഒരു പ്രസ്ഥാനമായിരുന്നു. തൃപ്പൂണിത്തുറയിൽ മാത്രം എനിക്ക് തോന്നുന്നു 9 പിക്കപ്പ് സെന്ററുകൾ ഉണ്ടായിരുന്നു എന്നുള്ള, തൃപ്പൂണിത്തുറയിൽ മാത്രം. അത്രയും കാര്യമായ രീതിയിലായിരുന്നു അതിന്റെ ബിസിനസ് ഇവിടെ നടന്നത്. എന്ന് പറഞ്ഞാല് ഈ പറയുന്ന കേരളത്തിലുള്ള ആൾക്കാരും മറ്റു സംസ്ഥാനത്തിലുള്ള ആൾക്കാരും മുഴുവനും ആരുടെ അടിയിൽ വന്നു? ഈ പറയുന്ന ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ മനുഷ്യന്റെ താഴെ വന്ന് ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് സൈക്കിളിൽ നടന്നിരുന്ന വ്യക്തി ഒരു സമയത്ത് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത് ബെൻസ് കാറിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, ഒരു വ്യക്തിയുടെ തലവേറ മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം അവിടെ ഡെവലപ്പ് ചെയ്തു. അദ്ദേഹത്തെക്കാൾ കഴിവുള്ള വ്യക്തികൾ അയാളുടെ താഴെ വന്നപ്പോൾ ബിസിനസ് അങ്ങോട്ട് നല്ല രീതിയിൽ ബിസിനസ് വരികയും അദ്ദേഹത്തിന് നല്ല രീതിയിൽ വരുമാനം വരികയും ചെയ്തു. കേരളത്തിൽ നിന്നൊക്കെ ഈ പറയുന്ന വ്യക്തിയെ കാണാനായിട്ട് അവിടെ പോയി ക്യൂ നിന്നിട്ടുള്ള ആൾക്കാരെ വരെയും എനിക്കറിയാന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് ബാലാജി എന്ന് പറയും. പോണി ബയോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെയാണ്, അതൊരു മലേഷ്യൻ കോൺസെപ്റ്റ് ആയിരുന്നു, അതിലൂടെ ഡെവലപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരു സാധാരണക്കാരനെ അസാധാരണമാക്കി മാറ്റുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് ഈ ലോകത്തുണ്ടെന്നാണെങ്കിൽ അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത്, ഡു യുവർ ഡ്യൂട്ടി റെഗുലർലി. നിങ്ങൾ പണത്തിന് വേണ്ടിയോ റിസൾട്ടിന് വേണ്ടിയോ അല്ല നിങ്ങൾ ചെയ്യുന്നത്, ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളത് റെഗുലർ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഇതിൽ നിന്ന് പണവും കിട്ടും, റിസൾട്ടും കിട്ടും. നിങ്ങൾക്ക് ഒരു സൂപ്പർ നെറ്റ്വർക്കറായിട്ട് നിങ്ങൾക്ക് മാറാനും നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളായതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇതൊന്നും ചെയ്യാത്തത്. ഒരു ഡയറി മേടിക്കുക, അതിൽ കുറച്ചുപേർ പേര് എഴുതി വെക്കുക,
അല്ലെ? ഒരു മീറ്റിങ്ങിന് വരുമ്പോ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക, ഒരു സൂം മീറ്റിംഗിൽ രാവിലെ കയറിയിരുന്ന സൂമിൽ ഒന്ന് കേൾക്കുക, ഇതൊക്കെ ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിവ് നമുക്ക് വേണം. ഒരു കഴിവില്ലാത്ത വ്യക്തിക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു അനുസരണയാണ് നമുക്ക് വേണ്ടത്, ഈ കാര്യങ്ങള് നമ്മൾക്ക് ചെയ്യാനുള്ള. കാരണം എന്ന് വെച്ചാല് അറിവ് എന്ന് പറയുന്നത് നിങ്ങൾ അന്വേഷിച്ച് വരില്ല, അറിവിനെ നിങ്ങൾ അന്വേഷിച്ച് പോണം. നിങ്ങൾക്ക് ഇവിടെ ഒരു എന്താ പറയുക, മികച്ച ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ അത് നിങ്ങളുടെ നോളജിലൂടെ മാത്രമേ നിങ്ങൾക്ക് അത് മാറാൻ സാധിക്കൂ. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു കാര്യം എങ്ങനെയാണ് മറ്റൊരാളെ പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? അപ്പൊ നിങ്ങൾ ഇത് പഠിക്കാൻ തയ്യാറാകുക. ഇത് പഠിക്കാനുള്ള വേദികളാണ് ഈ പറയുന്ന സൂം മീറ്റിങ്ങുകൾ എന്ന് പറയുന്നത്. ഇന്ന് ഈ സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാത്ത വ്യക്തികളെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലെ? ഇപ്പൊ ഈ സൂം ഇത്രയും കടന്നു പോകുന്ന സമയത്ത് പല ആൾക്കാരും വിചാരിക്കണ്ടോ, അയ്യോ എന്റെ രണ്ടുപേരെയും കൂടി ഇതിൽ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഗുണം കിട്ടിയാനെ, അല്ലെ? നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ അറ്റൻഡ് ചെയ്യൂല. ചില ആൾക്കാരൊക്കെ എന്തോ എല്ലാം തികഞ്ഞവരെ പോലെയാണ് നടക്കുന്നത്, ഒരു സൂം മീറ്റിങ്ങിലും അറ്റൻഡ് ചെയ്യൂല, ഒരു ബിസിനസ്സും അവർക്ക് വരുന്നുമില്ല. മനസ്സിലായോ? ആ രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ. കാരണം എന്താണ്? അവര് തോന്നുന്ന രീതിയിലാണ് ഈ ബിസിനസ് ചെയ്തു പോണത്. അങ്ങനെ നമ്മൾക്ക് തോന്നുന്ന രീതിയിലല്ല നമ്മൾ ഈ ബിസിനസ് ചെയ്യേണ്ടത്. ഇതിനൊരു നിയമമുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ 2 വർഷമായി ഈ ഒരു കാര്യത്തിന് വേണ്ടി നടക്കണത്, സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കണം. കാരണം എന്താണ്? അതെന്തുകൊണ്ടാണ് നടക്കാണ്ട് പോകുന്നതിന്റെ കാര്യം എന്താണ്? നമ്മൾ പ്രോപ്പർ ചാനലിലല്ല യാത്ര ചെയ്യണത്. മനസ്സിലായില്ലേ? കാരണം ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കാൻ ഇന്നൊരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പോകും, ഇന്നൊരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുമ്പോ പറയും ഇനി ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാന്ന് പറയും. കാരണം എന്താ? നമ്മളിതൊന്നും അവർ ചോദിച്ചു മനസ്സിലാക്കൂല, അവർ പറഞ്ഞു തരികയുമില്ല. പക്ഷെ ഇതൊക്കെ അറിയാവുന്ന ഒരാൾക്കാരുണ്ടോ? നിസ്സാര പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പെട്ടെന്ന് ശരിയാക്കി തരും. കാരണം എന്താണ്? അവർ വളരെ പ്രോപ്പർ ചാനലിലൂടെയാണ് പോകുന്നത്. എന്ന് പറയുന്നത് പോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യണതിന് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. എന്താണ് ഈ സിസ്റ്റം? ഈ സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുക. റെഗുലർ ആയിട്ട് 1, 2, 3 പേരോട് ഒരു ദിവസം ഈ ബിസിനസിനെ കുറിച്ച് പറയാന്ന് പറയുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, നിങ്ങളുടെ അപ്ലയൻസിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ പോയാൽ മതി. അവരുടെ അപ്പോയിന്റ്മെന്റ്സ് നേരത്തെ മേടിക്കണം, അവരുടെ പ്രോഗ്രാംസ് നേരത്തെ മേടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാനുള്ളത്. വലിയ വലിയ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാനില്ല. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഏത് മേഖലയിൽ വിജയിച്ച ഒരു വ്യക്തിനെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കോ, അയാള് ജീവിതത്തിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നേ. അയാൾ ചെറിയ ചെറിയ കാര്യങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് വിജയിക്കാൻ സാധിച്ചത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 കോടീശ്വരനായിട്ടുള്ള ധീരുഭായ് അംബാനിയുടെ മക്കളാണ് ഇന്നത്തെ കോടീശ്വരന്മാര്. പക്ഷെ ധീരുഭായ് അംബാനി നമ്മളെ പോലെ ഒരു സാധാരണക്കാരനായിരുന്നു, പെട്രോൾ പമ്പിൽ ഒരു അറ്റൻഡന്റ് ആയിരുന്നു. മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ നിന്നാണ് അയാൾ പടിപ്പടിയായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത്. അങ്ങനെ ഇറഗുലർ ആയിട്ട് ചെയ്തതുകൊണ്ടാണോ അയാൾ ഡെവലപ്പ് ചെയ്തത്? അല്ല, അയാളുടെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നത്തിനെ ബേസ് ചെയ്ത് അയാൾ പ്രവർത്തിക്കാൻ തയ്യാറായി, അത് റെഗുലർ ആയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായി. അങ്ങനെ ഓരോ കാര്യങ്ങളും അയാൾ സ്വയം കണ്ടെത്തുകയാണ് ചെയ്തത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒന്നും നമ്മൾ കണ്ടെത്തേണ്ട, എല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്? നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് വിജയിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യമാണ്, റൺ ആഫ്റ്റർ യുവർ മണി വിൽ റൺ ആഫ്റ്റർ യു. ഞങ്ങളുടെയൊക്കെ നാട്ടില് പണത്തിന് ചക്രം എന്നാ പറയുന്നത്. അതിനെ ഓടിച്ചിട്ട് പിടിക്കാൻ സാധിക്കൂല എന്നും പറയും. നമ്മൾ പണത്തിന്റെ പുറകെ ഓടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഓടിക്കൊണ്ടിരിക്കും. പണവും അംഗീകാരവും എപ്പോഴും നമ്മുടെ പുറകെ കൂടി വരണം. നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടിയിരിക്കും. ഫലം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും കർമ്മം ചെയ്യരുത്, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഫലം കിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ വർക്കിന്റെ പുറകെ നിങ്ങൾ ഓടിയാൽ നിങ്ങളുടെ പുറകെ ആരോടും? പണം ഓടിയിരിക്കും എന്നുള്ളതാണ്. അപ്പോ ഈ രീതിയിൽ നമ്മൾക്ക് മുന്നിലേക്ക് നമ്മൾക്ക് ഓടണമെങ്കിൽ നമ്മളുടെ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ നമ്മൾക്ക് അതിജീവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്കൊരു പവർഫുൾ ആയിട്ടുള്ള എന്ത് വേണം? ഡ്രീം നമുക്ക് വേണം. ഡ്രീം ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൻ ടു സക്സസ് എന്ന് പറയുന്നത്. ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണല്ലോ. കാരണം എന്റെ മനസ്സിൽ 21ാമത്തെ വയസ്സിൽ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അത് 14ാമത്തെ വയസ്സിലുള്ള സ്വപ്നമാണ്. അത് 21ാമത്തെ വയസ്സിൽ ഒരു പ്രോഗ്രാമിലൂടെ അത് എനിക്ക് നേടാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അത് നേടാൻ വേണ്ടി ഞാൻ ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി. എനിക്ക് ആൾക്കാരായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഫയൽ ബാഗ് പിടിച്ചോണ്ട് വഴി കൂടി നടന്നു പോകുമ്പോൾ ആരെങ്കിലും ചിരിച്ചാൽ അത് എന്നെ നോക്കി ചിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ, എന്നെ കളിയാക്കുന്ന പോലെ, അങ്ങനെ പല പ്രതിസന്ധികൾ എനിക്ക് ഉണ്ടായിരുന്നതല്ല. പക്ഷെ എന്റെ മുമ്പിലുണ്ടായ സ്വപ്നത്തെ എനിക്ക് നേടണമെങ്കിൽ ഇതിനെല്ലാം ഞാൻ അതിജീവിച്ചേ പറ്റൂ എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇൻഡസ്ട്രിയുമായിട്ട് എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചത് എന്നുള്ളതാണ്.
അപ്പൊ നമ്മളുടെ ഡ്രീംസ് പവർഫുൾ ആയിരിക്കണം. കാരണം വെറുതെ എനിക്കൊരു വീട് വെക്കണം അല്ലെങ്കിൽ എനിക്കൊരു കാറ് മേടിക്കണം, അത് നടക്കോ ഇല്ലെന്നൊന്നും അറിയാൻ പാടില്ല. ഈ രീതിയിലാണ് നമ്മളുടെ ഡ്രീംസിനെ കുറിച്ചുള്ള തോന്നലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ബയോട്ടോറിയൊന്നുമല്ല, എവിടെ പോയാലും ശരിയാണ്, ഈ ഡ്രീംസ് ഒന്നും നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ഡ്രീംസിന് ആ വ്യക്തത ഉണ്ടായിരിക്കണം. ആ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് എത്ര രൂപ വേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്ന് ആ ഡ്രീം അച്ചീവ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ടൈം ബൗണ്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മൾ അതിനുവേണ്ടി പണിയെടുക്കണം. അങ്ങനെ വരുമ്പോ ആ സ്വപ്നങ്ങൾ 100% നേടാൻ വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. റൺ ആഫ്റ്റർ യുവർ വർക്ക്, മണി വിൽ റൺ ആഫ്റ്റർ യു എന്നുള്ളതാണ്. അപ്പോ സ്വപ്നങ്ങളും നമ്മൾക്ക് വേണം. നമ്മൾ ആ സ്വപ്നത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓടുന്നത്. ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാചകമാണ്, വി ക്യാൻ ഡു എനിത്തിങ് വി വാണ്ട് ടു ഡു ഇഫ് വി സ്റ്റിക്ക് ടു ഇറ്റ് ലോങ് ഇനഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ലോങ് ഇനഫ് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മാത്രമേ ഓരോ രംഗത്തും നിങ്ങൾക്ക് വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഇത് ആര് പറഞ്ഞ വാചകമാണ്? ഹെലൻ കെല്ലർ പറഞ്ഞ വാചകമാണ്. ഹെലൻ കെല്ലർ എന്ന് പറയുന്ന ആരാണ്? ഒരു വനിതയാണ്. ലോക പ്രസിദ്ധമായ അല്ലെങ്കിൽ ലോകം അറിയുന്ന ഒരു വനിതയാണ്. ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ജനിച്ച് 19ാമത്തെ മാസം ഇവർക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, കേൾവി ശക്തി നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി. കാഴ്ചശക്തിയും ഇല്ല, കേൾവി ശക്തിയും ഇല്ലാത്ത ആ സ്ത്രീ ആദ്യത്തെ ഡിഗ്രി ഹോൾഡറാണ്, വനിതാ ഡിഗ്രി ഹോൾഡറാണ്. ആ പറയുന്ന കണ്ണില്ലാത്തവരുടെ കൂട്ടത്തില് ആദ്യത്തെ ഡിഗ്രി ഹോൾഡറാണ് ഹെലൻ കെല്ലർ എന്ന് പറയുന്നത്. അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ് അവർ പറയുന്നത്, നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കും. പക്ഷെ നമ്മള് ഒരുപാട് നാള് അതിന് സ്റ്റിക്ക് ഓൺ ചെയ്ത് അതുമായിട്ട് മുന്നോട്ട് പോയാൽ എന്തും നമ്മൾക്ക് നേടാൻ സാധിക്കുമെന്ന് ആരാ പറയുന്നത്? കണ്ണും ഇല്ലാത്തതും കാതും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കണ്ണുകൊണ്ട് കാതുകൊണ്ട് എല്ലാം ഉണ്ട്. സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് എന്താകാൻ സാധിക്കുള്ളൂ? നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് പൂവണിക്കാൻ സാധിക്കുള്ളൂ. എത്ര നാള് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം സുഹൃത്തുക്കളെ? 2 to 3 years. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് 2-3 വർഷത്തിനുള്ളിൽ അയാൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും അയാൾക്ക് നേടാൻ അയാൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ഏതാണ്ട് 300-ൽ കൂടുതൽ കോടീശ്വരന്മാരെയാണ് ഇന്ന് കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് ഈ ബയോട്ടോറിയത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ 11ഓളം കോടീശ്വരന്മാരും എവിടെ നിന്നുണ്ടായതാണ്? കേരളത്തിൽ നിന്ന് ഉണ്ടായതാണ്. നമുക്ക് അഭിമാനിക്കാം. അതിൽ ആദ്യത്തെ സൗത്ത് ഇന്ത്യയിലെ കോടിപതിയാണ് ആര്? നമ്മുടെ തൃപ്പൂണിത്തുറ മനോജ് സാർ എന്ന് പറയുന്നത്. അദ്ദേഹം 10 മാസം കൊണ്ടാണ് 1 CR ഉണ്ടാക്കാൻ സാധിച്ചത്. അദ്ദേഹം ചിലപ്പോൾ തുടക്കക്കാരനായതുകൊണ്ടും ആദ്യം വന്നതുകൊണ്ടും ചിലപ്പോൾ 10 മാസം കൊണ്ട് അദ്ദേഹത്തിന് 1 കോടി രൂപ ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. നമ്മൾക്ക് 1 കൊല്ലം കൊണ്ട് ഏൺ ചെയ്യാൻ, അല്ലെങ്കിൽ 2 കൊല്ലം കൊണ്ട് ഏൺ ചെയ്യാം, അല്ലെങ്കിൽ 3 കൊല്ലം കൊണ്ട് നമുക്ക് ഏൺ ചെയ്യാം. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പോ ഇവിടെ ഇനിയുള്ള ആ ബി ബയോട്ടോറിയത്തിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ചെറിയ ഫ്യൂച്ചർ അല്ല. റീപർച്ചേസ് പോലുള്ള പ്ലാനുകൾ വന്നു കഴിഞ്ഞു. ഇനിയും ഒരുപാട് ഇൻകം വരാനുണ്ട്. അതൊന്നും കമ്പനി പുറത്തേക്ക് വിട്ടിട്ടില്ല. മനസ്സിലായി? ഇനിയും ഇൻകങ്ങൾ വരാനുണ്ട് നമ്മൾക്ക്. ഈ പറയുന്ന നിലവിലുള്ള ഇൻകം മാത്രമല്ല, പുതിയ പുതിയ ഒരുപാട് ഇൻകങ്ങൾ വരാനുണ്ട്. അതൊക്കെ വരും കാലങ്ങളിൽ, അത് വരും മാസങ്ങളിലോ അല്ലെങ്കിൽ വരും വർഷങ്ങളിലോ ആ ഇൻകം ഒക്കെ വരുമ്പോ നമ്മൾക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ. ഇവരൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് റീപർച്ചേസ് ഇൻകം ഒന്നുമില്ല, വെറും മദർ ഇൻകം മാത്രമേ ഉള്ളൂ. 5025 രൂപ എന്ന് കിട്ടുള്ളൂ, ഫാമിലി ബോണസ് ഉൾപ്പെടെ. ഇന്ന് 6820 രൂപ കിട്ടാനുള്ള സാഹചര്യമാണുള്ളത്. അപ്പോ ഇവിടെ വരുമാനം കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. നമ്മൾക്ക് സാധ്യതകൾ കൂടുതലാണ്. നമ്മളത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുക. ഇനി ഇവര് മാത്രമാണോ ഇവിടെ കോടീശ്വരനെ ആകാൻ പോകുന്നത്? ഇവിടെ വരാൻ പോകുന്ന മാസങ്ങളിൽ കോടീശ്വരന്മാരാകാൻ പോകുന്ന വ്യക്തികളാണ് ഇവര്. 60 ലക്ഷവും 70 ലക്ഷവും 80 ലക്ഷവും ഒക്കെ ഏൺ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് വരാൻ പോകുന്ന കോടീശ്വരന്മാരാണ്. എന്ന് പറഞ്ഞാൽ ഇവരെ പോലെ തന്നെ 50 ലക്ഷവും 40 ലക്ഷവും 30 ലക്ഷവും 20 ലക്ഷവും ഒക്കെ മേടിച്ചിട്ടുള്ള 100 കണക്കിന് ആൾക്കാരാണ് എവിടെയുള്ളത്? നമ്മുടെ ഈ പറയുന്ന കൊച്ചു കേരളത്തിലുള്ളത്. കമ്പനിയുടെ വിഷൻ തന്നെ 2027-ൽ 1000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ആ 1000 കോടീശ്വരന്മാരിൽ ഞാൻ ഉണ്ടാകും എന്ന ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടാകട്ടെ, വെൽത്ത് ഉണ്ടാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഹാപ്പി ഉണ്ടാകട്ടെ. നിങ്ങൾ വഴി ഹെൽത്തി ഇന്ത്യ ഉണ്ടാകട്ടെ, വെൽത്തി ഇന്ത്യ ഉണ്ടാകട്ടെ, ഹാപ്പി ഇന്ത്യ ഉണ്ടാകട്ടെ. സാഗർ സാറിന് വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ഈ ഒരു പ്രസ്ഥാനം നമ്മൾക്ക് തന്ന സാഗർ സാറിന് വലിയൊരു ബിഗ് സല്യൂട്ട് നമുക്ക് കൊടുക്കാന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും എന്നാണ് നമ്മൾ പറയുന്നത്.
അപ്പൊ ഇതുപോലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് കിട്ടിയിട്ട് അത് വേണ്ട രീതിയിൽ തേച്ചു മിനുക്കി എടുക്കാൻ നമ്മൾ തയ്യാറില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൽ എവിടെ പോയാലും നിങ്ങൾക്ക് വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഏതൊരു സാധാരണക്കാരനും കോടികൾ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു രംഗമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. പക്ഷെ അത് ഏറ്റവും നമ്മൾക്ക് എന്താ പറഞ്ഞ പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുന്നത് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത്രയും യൂണിക് ആയിട്ടുള്ള, ഇത്രയും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ഇത്രയും ഹൈ പേ ഔട്ട് കൊടുക്കുന്ന മാർക്കറ്റിംഗ് പ്ലാൻ, ഈ പറയുന്ന പ്ലാനിലൂടെ നമ്മൾക്ക് നമ്മളുടെ ലീഡേഴ്സിന്റെ സഹായത്തോടു കൂടി ഇത്രയധികം നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇത്രയധികം പ്രോഗ്രാംസും കാര്യങ്ങളും റെഗുലർ ആയിട്ട് നടത്തുന്ന വേറൊരു കമ്പനിന്ന് കേരളത്തിലുള്ള സുഹൃത്തുക്കളെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാകാനും നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകാനും നമ്മൾ ശ്രദ്ധിക്കുക. ആ ഡിസിപ്ലിനും റെസ്പോൺസിബിലിറ്റിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരായി മാറാൻ സാധിക്കും? വരും ഭാവിയിൽ നിങ്ങൾക്ക് ഒരു സൂപ്പർ നെറ്റ്വർക്കർ ആയിട്ട് മാറി കോടികൾ ഏൺ ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, വിജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എന്റെ പേര് പറയാൻ വിട്ടുപോയി. എന്റെ പേര് ഗീത സുരേഷ് ആണ്. ഞാൻ ആലുവ അടുത്തുള്ള പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. എന്നെ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയതും ഈ ഈശ്വരന്റെ കയ്യൊപ്പുള്ള ഈ പ്രൊഡക്റ്റ് എനിക്ക് തന്നത് നമ്മുടെ എറണാകുളം കളമശ്ശേരി യൂനിസ് ബായി ആണ്. അത് പറഞ്ഞില്ലെങ്കിൽ നഷ്ടമായി പോകും. സോറി, എല്ലാവരോടും ഞാനൊരു സോറി പറയുന്നു. പിന്നെ നമ്മുടെ ജോയ് പീറ്റർ സാറിന്റെ ക്ലാസ് എത്ര മനോഹരമായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒത്തിരി നല്ല ഒരു അനുഭവമാണ് അദ്ദേഹം പങ്കുവച്ചത്. എല്ലാവർക്കും ഇതൊരു നല്ല ഗുണപാഠം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മനോജ് സാറാണെന്ന് തോന്നുന്നു, മനോജ് സാറിന്റെ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ, അതായത് നമ്മുടെ മനോജ് സാറിനെ ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ ക്ഷണിക്കും. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മളെല്ലാം പ്രിയകരനായ സുഹൃത്ത് ജോയ് പീറ്റർ സാറാണ് ഇവിടെ ഇന്ന് നമ്മളായിട്ട് സംബന്ധിച്ചത്. വളരെ നല്ലൊരു അടിപൊളി ക്ലാസ് ആയിരുന്നത്. ഇന്ന് പങ്കെടുക്കാത്തവർക്ക് കനത്ത നഷ്ടമെന്നല്ല, അവരൊരു 5 വർഷം പുറകിലേക്കിട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നു ഈ ഇൻഡസ്ട്രിയിൽ. കാരണം അത്രയും വളരെ നന്നായിട്ട് ഒരു നെറ്റ്വർക്കർക്ക് വിജയിക്കാൻ വേണ്ട കാര്യങ്ങളെ കുറിച്ച് 1 to 1 ആയിട്ട് ഓരോ പോയിന്റുകളും എടുത്ത് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടെന്നാണ്. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അതിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാണ്. ഡ്യൂട്ടീസ് ഓഫ് എ ഗുഡ് നെറ്റ്വർക്കർ. ഒരു നല്ല നെറ്റ്വർക്കറിന്റെ ഡ്യൂട്ടീസ് എന്താണ്? അതാണ് അദ്ദേഹം ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇവിടെ സംസാരിച്ചത്. ജോയ് പീറ്റർ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം തന്നെ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ആരോടും സംസാരിക്കാത്ത ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ ഇല്ലേ, സംസാരിക്കാൻ മടിയുള്ള ആളുകളെ കാണുമ്പോൾ പരിചയപ്പെടാൻ മടിയുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നു എന്നല്ലാണ്. നമ്മളിൽ പലരും അങ്ങനെയാണ്. മറ്റുള്ളവരോട് അങ്ങനെ കൂടുതൽ സംസാരിക്കില്ല, ഒരു ജാള്യത, ഒരു മടി, ഒരു നാണമൊക്കെ നമുക്ക് പലർക്കും ഉണ്ടാവും. ചില ആളുകൾ അങ്ങനെയല്ല. ചില ആളുകൾ കയറി ഹെഡ് ചെയ്ത് സംസാരിക്കും, അല്ലെ, ചിരിച്ചുകൊണ്ട് എന്താ വേഗം അങ്ങോട്ട് മിങ്കിളാവും. അതൊരു നേച്ചറാണ് പല ആളുകളും. ചില ആളുകൾ സംസാരിക്കില്ല, എത്രയായാലും സംസാരിക്കില്ല, അടുത്തിടപഴകിയാൽ പോലും സംസാരിക്കാത്ത ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ട് ഇന്ന് വലിയൊരു ഗ്രേറ്റ് ലീഡറായിട്ട് ഡാപ് സെല്ലിംഗിൽ അറിയപ്പെടുന്ന വലിയൊരു ലീഡറാണ് ജോയ് പീറ്റർ സാർ. ഒരു സംശയം വേണ്ട. നല്ലൊരു ടീമിനെ നയിച്ചുകൊണ്ട് പോകുന്നുണ്ട് അദ്ദേഹം. ഇതേപോലെ നിങ്ങൾക്കും വളരാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഇതേപോലെ ജോയ് പീറ്റർ സാറിനേക്കാൾ നല്ലൊരു ക്ലാസ് എടുക്കണം എന്നുള്ളൊരു വാശിയായിരിക്കണം നിങ്ങൾക്കും വേണ്ടത്. അദ്ദേഹം ഇതേപോലെ പഠിച്ചു വളർന്ന ആളാണ്. ബൈ എക്സ്പീരിയൻസ്, അല്ലെ, ബൈ എക്സ്പീരിയൻസിലൂടെയാണ് നല്ലൊരു ലീഡറായിട്ട് അദ്ദേഹം മാറി. അതേപോലെ നിങ്ങൾക്കും അതിന് സാധിക്കും. ഇവിടെ അവസരങ്ങൾ നമ്മൾ തരുന്നുണ്ട്. ആദ്യം ഇതിന് വേണ്ടത് എനിക്ക് വിജയിക്കണം എന്നൊരു മനോഭാവമാണ്. അതാണ് ഇവിടെ പറഞ്ഞ് സൂചിപ്പിച്ചത്. നമ്മളെപ്പോഴും പറയും പോലെ നല്ലൊരു ഡ്രീം നമുക്ക് ഉണ്ടാകണം. അതോടൊപ്പം ചില ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. അതെല്ലാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും സൈറ്റ് തുറക്കുന്നത് മുതൽ, സൈറ്റ് തുറക്കാൻ ഇപ്പോൾ അറിയാത്ത ആളുകളുണ്ട്. പ്രായമുള്ളവരെ വിട്ടുതരാം, അവർക്ക് ചിലപ്പോൾ പറ്റത്തില്ല. അല്ലാത്ത ആളുകളെല്ലാം അപ്ലൈന് വിട്ടുകൊടുക്കുകയാണ്. അവിടെ അടിച്ചോ, ഇവിടെ അടിച്ചോ, മറ്റതടിച്ചോ, എല്ലാം അവർക്ക് വിട്ടുകൊടുത്തിട്ട് അവരിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. അതല്ല ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മളെല്ലാം പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഡാഷ്ബോർഡ് തുറന്നിട്ട് എല്ലാ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് നമ്മൾ പഠിക്കണം. എന്നെയൊക്കെ പഠിപ്പിച്ചു തരാൻ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എല്ലാം പഠിച്ചെടുത്തത്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക്ഷോപ്പുകൾ കൊടുക്കുക. നമ്മുടെ ടീമിൽ വന്ന 4 or 5 പേര് വരുമ്പോ എവിടെയും പോകണ്ട, അതിന് ലോട്ട് എടുക്കുക, ഒന്നും വേണ്ട, നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക. വീട്ടിൽ ഒഴുകാൻ പറ്റുമോ? ഭാര്യ അറിയാൻ പാടില്ല ബിസിനസ് ചെയ്യുന്നു, അല്ലെ? ഇങ്ങനെയൊക്കെ
ഇതൊക്കെയാണ് പ്രശ്നം. അതാണ് പ്രോബ്ലം. ഇപ്പൊ വീട്ടിലേക്ക് അവരെ വിളിച്ചു വരുത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒരു 2-3 ആളുണ്ടെങ്കിൽ അവരെ ഒരു ദിവസം അവിടെ വിളിച്ചു വരുത്തിയിട്ട് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഐഡി അടിക്കാനും ഐഡി തുറക്കാനും പിൻ പർച്ചേസ് ചെയ്യാനും ഐഡി ആക്ടിവേഷൻ ചെയ്യാനും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഫ്രീ ആയത്. ഞാനിപ്പോ ഒരു ഐഡി അടിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ഒരു ഐഡി അടിക്കാൻ പാടില്ല. അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ലീഡർ ആവുള്ളൂ. അപ്പൊ ഐഡി അടിക്കുന്നവരൊക്കെ ഇന്ന് മുതൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ലീഡർ ആണോ അല്ലയോ എന്നുള്ളത്. ഒരു ടീമിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ്, അതിലേക്ക് അത് എല്ലാവരും ചെയ്യാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ 2 ഭാഗത്തുള്ള ആളുകൾ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ലീഡർ ആവുന്നത്. അല്ലാണ്ട് 11:40 10:00 വിളിച്ചിട്ട് സാറേ 2 അടിക്കാനുണ്ട് സാറേ, ഇത് പാൻ കാർഡ് അയച്ചിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഫോട്ടോ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഇതടിച്ചാൽ ഇത് റിജക്ട് ആവും എന്ന് പറയുന്നത് അല്ലെ. കൃത്യമായിട്ട് അതിന്റെ ഫോട്ടോ പോലും എടുക്കാനല്ല, മേശപ്പുറത്തിരിക്കുന്ന ചായപാത്രവും ഗ്ലാസ് ഒക്കെ വെച്ചിട്ടില്ല ഒരു ആധാർ കാർഡൊക്കെ എടുത്തു കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഫസ്റ്റ് അതാണ്, നോളജ് വേണം നമുക്ക്. ഈ ഇൻഡസ്ട്രിനെ കുറിച്ചും ഈ എല്ലാത്തിനെ കുറിച്ചും നോളജ് വേണം. ആ നോളജ് തരാനാണ് ജോയ് പീറ്റർ സാറിനെ പോലുള്ള ആളുകൾ. അദ്ദേഹത്തിന്റെ ക്ലാസ്സിന് ഫീസ് വാങ്ങിച്ച് ക്ലാസ് എടുക്കേണ്ട ആളാണ് ശരിക്കും. ഇത് വെറുതെ കിട്ടുന്നതുകൊണ്ടാണ് ഇന്ന് യാതൊരു വിലയില്ലാത്തത്. ഇതൊക്കെ സൂമിൽ കൊടുക്കാതെ ഫിസിക്കൽ ട്രെയിനിങ്ങിൽ ഒരു 1 ഡേ പ്രോഗ്രാം വെച്ചിട്ട് 2000 രൂപ എൻട്രി ഫീ. താല്പര്യമുള്ളവർ വന്നാൽ മതി. ഇത് കോടികൾ ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ കൊടുക്കുന്നത്. വെറുതെ കൊടുക്കുമ്പോൾ അതിനൊരു വിലയില്ല ജോയ് പീറ്റർ സാറെ. അതുകൊണ്ടാണ് ഇവരൊന്നും കയറാത്തതും ഇവരൊന്നും പഠിക്കാത്തതും ഇവരൊന്നും ഉൾക്കൊള്ളാത്തതും. കാശ് ഉണ്ടാക്കാൻ വരണമെങ്കിൽ കാശ് കുറച്ച് മുടക്കണം അല്ലെ. കാശ് മുടക്കാതെ കാശ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇവിടെ ഒന്നും ചെലവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് പറയുന്നത് വെച്ചാൽ, നമ്മളൊന്ന് സീരിയസ് ആവണം, എന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വിജയിക്കാൻ വേണ്ടി വന്നവരാണ് ഇതിനകത്തേക്ക്. ഇത്രയും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, വേൾഡ് ക്ലാസ് ഇൻകം പ്ലാൻ, റീപർച്ചേസ് കൂടി വന്നതോടെ ബയോട്ടറിയം വേറൊരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ കമ്മിറ്റ്മെന്റ്, നമ്മൾ കൂടെ വന്ന ആളുകളോട് ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടാകണം, റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. അങ്ങനെ അവരെ വളർത്തുമ്പോഴാണ് നമ്മൾ വളരുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മുടെ കൂടെ വന്ന ആളുകളെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചാലേ നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ വളരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒറ്റക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ ടീമിൽ ജീനിയസിലും ബിന്നേഴ്സിലും വന്ന ആളുകൾ വിജയിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാവരും ഒന്നും അതിനുവേണ്ടി തയ്യാറാവില്ല. പക്ഷെ തയ്യാറായി നിൽക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് ഇതേപോലെ സിസ്റ്റത്തിലേക്ക് വരണം. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് എല്ലാവരും പഠിക്കണം. നമ്മുടെ ടീമിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ടെക്നിക്കൽ ആയിട്ട് പഠിത്തം കുറവാണ് ആളുകൾക്ക്. പലർക്കും ഐഡി അടിക്കാൻ, ഐഡി തുറക്കാൻ പോലും അറിയത്തില്ല. പേയ്മെന്റ് വന്നില്ലെങ്കിൽ ബാങ്കിൽ വന്നില്ല നോക്കാൻ മെസ്സേജ് വന്നാലേ അറിയുള്ളൂ. ചിലപ്പോൾ മെസ്സേജ് വന്നില്ലെങ്കിലും വേറെ പൈസ വന്നില്ല. ചിലപ്പോൾ വിജയ് സാർ പറഞ്ഞാൽ ചിലപ്പോൾ മെസ്സേജ് വരാതിരിക്കും. ഇതെല്ലാം നമ്മളുടെ കുറ്റമാണ്, വേറെ ആരും കുറ്റമല്ല. നമ്മളതെല്ലാം പഠിപ്പിച്ചെടുക്കുക. ടെക്നിക്കൽ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് അതല്ലേ ലീഡേഴ്സിന് മാത്രം കൊടുത്താൽ മതി. VOP-യിലൊന്നും ഇതിന്റെ ട്രെയിനിങ് ആവശ്യമില്ല. സാർ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഇത് ഉപയോഗിച്ചതിലുള്ള ഗുണങ്ങൾ മാത്രം പറഞ്ഞു നടന്നാൽ മതി. ഇതിന്റെ സയൻസും നോബൽ പ്രൈസും അതും ഇതൊന്നും പറഞ്ഞിട്ട് ആളുകളെ ഒരു കൺഫ്യൂഷനാക്കിയ കച്ചവടം നടക്കില്ല. ഇത് ഉപയോഗിച്ചാൽ അവർക്ക് എന്ത് ഗുണം കിട്ടും? അതിന് സയൻസ് ചില ആളുകൾ ചോദിക്കുക, എല്ലാവരും ചോദിക്കില്ല. ചോദിക്കുന്ന ആളുകളോട് മാത്രം എന്ത് പറയും, അതിന്റെ സയൻസ് പറഞ്ഞു കൊടുക്കുക. ആ രീതിയിലേക്ക് 3 ആളെങ്കിലും മിനിമം കാണണം. ഞാൻ 5 ആളെ കാണാനാണ് പറയുന്നത്. എൻ്റെത് വളരെ ഫാസ്റ്റ് ആണ്. പെട്ടെന്ന് കോടിയിലേക്ക് എത്താനാണ് ഞാനീ പറയുന്നത്. അപ്പോൾ മിനിമം ഒരു 5 പേരെയും കാണാം. നമ്മുടെ ടീമിലൂടെ കാണാം. നമ്മൾ ഒറ്റക്കല്ല പറയുന്നത്. നമ്മുടെ ടീമിലൂടെയെങ്കിലും നിങ്ങൾ 5 പേർക്ക് നിങ്ങൾ കോൺസെപ്റ്റ് കൊടുക്കണം. ഡെയിലി സംസാരിക്കണം. ഒരു 10 ഡെമോങ്കിലും കാണിക്കണം. എത്ര ദിവസമായി ഇപ്പൊ ഡെമോ കാണിച്ചിട്ട് സത്യമാഷൊക്കെ അല്ലെ? മറന്നുപോയി തോന്നുന്നു ഡെമോ ഒക്കെ. കാരണം അതൊക്കെ കാണിക്കണം, കാണിച്ചുകൊണ്ടിരിക്കണം. നമ്മള് ഇപ്പൊ പ്രൊഡക്റ്റായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവണം. ക്ലിയർ ആയ? ഇത് ബന്ധം ഇല്ലെങ്കിലും മറന്നുപോകും. കുറച്ച് ദിവസം നമ്മളിത് ഇതെല്ലാം മറന്നുപോകും അല്ലെ? ചില ആളുകൾ പറയാറ് ഞാൻ കുറച്ച് ദിവസമായിട്ട് മറന്നുപോയി സാറേ. അപ്പൊ പ്രൊഡക്റ്റ് ട്രെയിനിങ് കൃത്യമായിട്ട് കൊടുക്കണം. വന്ന ആളുകൾക്ക് പ്രൊഡക്റ്റ് ട്രെയിനിങ് കൊടുക്കാം. ചേർത്ത് പിടിച്ചിട്ട് എല്ലാം നിങ്ങളിട്ട് വർക്ക്ഷോപ്പ് എന്ന് അതിനെ പറയാം. ഒരു 10 ആള് നിങ്ങളുടെ ടീമിൽ വരുമ്പോൾ എവിടെയെങ്കിലും വീട്ടിൽ അടുത്ത പരിസരത്ത് എവിടെയെങ്കിലും ചേർത്ത് അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുക. അവരെ 1 to 1 കൊടുക്കാൻ അവരെ പഠിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ തന്നെ സംസാരിക്കരുത്. 10 പേരെ ഇരുത്തിയിട്ട് അവരെ കൊണ്ട് നിങ്ങൾ ബാക്കി 9 ആൾ അവിടെ ഇരുന്നിട്ട് ഒരാളെ അവിടെ എഴുന്നേറ്റ് നിർത്തി സംസാരിപ്പിക്കണം. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച്, കമ്പനിയെ കുറിച്ച്, പ്രൊഫൈലിനെ കുറിച്ച്, പ്ലാനിനെ കുറിച്ച്. അപ്പൊ അവർക്ക് ഞാൻ പറയില്ല എന്ന് പറയും ഇല്ലേ? മടിയാവും. പക്ഷെ അത് നമ്മൾ നിർബന്ധിച്ച് ചെയ്യിക്കുക. അതിന് ചെയ്ത് തെറ്റൊക്കെ ഉണ്ടാവും. തെറ്റങ്ങോട്ട് അവരൊന്ന് കൺഗ്രാജ്, അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു, സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ കൊടുത്തിട്ട് പിന്നെ മെല്ലെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടി നന്നാവുമായിരുന്നു, ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടി നന്നാവുമായിരുന്നു. ഇങ്ങനെയുള്ള ട്രെയിനിങ് വർക്ക്ഷോപ്പുകൾ നമ്മുടെ ടീമിൽ നന്നായിട്ട് കൊടുക്കണം. അവിടെയാണ് ആളുകൾ ലീഡർഷിപ്പ് പുറത്തേക്ക് എടുക്കുള്ളൂ.
അത് വളരെ ശ്രദ്ധിക്കുക. ഹോം മീറ്റിങ്ങൾ കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിർത്തുകയാണ്, സമയം ഒത്തിരി വൈകിപ്പോയി. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ്. നമ്മുടെ ജന്മാവകാശമാണ് വിജയിക്കുക എന്നുള്ളത്, അല്ലെ? വിജയം ആരുടെ കുത്തകയൊന്നും അല്ല ഇത്. ആരൊക്കെ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആവേശത്തോടെ ഡെയിലി ഒരു പ്രോസസ്സാക്കി ഇതിനെ മാറ്റണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി 2 മണിക്കൂർ ഉണ്ടെങ്കിൽ പോകാം, അല്ലെ, വിരളിലേക്ക്. അങ്ങനെ വിചാരിക്കുന്നവർക്കൊന്നും ഇതിനകത്ത് വലിയ വിജയങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല. നിങ്ങളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും, കുറച്ച് വരുമാനമൊക്കെ കിട്ടും. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരുന്നതിനാണ് വലിയൊരു വിപ്ലവം ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ്, വലിയൊരു അച്ചീവ്മെന്റ്സിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി തന്നെയാണ്. അപ്പൊ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് വരാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് എനിക്ക് സുപ്രഭാതത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്. വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രമേ കൂടുതൽ അച്ചീവ്മെന്റ്സിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ചെറിയ ചെറിയ സ്വപ്നങ്ങളാണെങ്കിൽ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്ന നല്ല ലീഡേഴ്സിന്റെ ഇവിടെ നല്ല സിസ്റ്റം ഉണ്ട്, നല്ല ടീമുണ്ട്, നല്ലൊരു കമ്പനിയാണ്, എല്ലാം സ്ട്രോങ് ആണ്. നിങ്ങൾ ഒന്നും കൂടി മാറാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് വിനയത്തിന്റെ ഭാഷയിലൂടെ അഭ്യർത്ഥിക്കാറുള്ളത്. എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു അവതരണമായിരുന്നു എന്ന് ജോയ് പീറ്റർ സാറിന്റെ പ്രത്യേക തരത്തിലുള്ള ഒരു രീതിയിലായിരുന്നു. അത് എല്ലാവരും ഉൾക്കൊള്ളുക. ഈ കേട്ട കാര്യങ്ങൾ ഇപ്പൊ തന്നെ മറന്നിട്ട് വീണ്ടും നമ്മൾ പഴയ പോലെ നടക്കല്ലേ. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ രാവിലത്തെ നടക്കുന്ന പ്രോഗ്രാമിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ടീമിൽ നിന്ന് എത്ര പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നോക്കണം കേട്ടോ. ജേക്കബ് സാറെ, ആരെങ്കിലും ഉണ്ടോ നോക്കണം. ഒരാളും ഇല്ല, അല്ലെ? നിങ്ങളുടെ ടീം എന്ന് തുടങ്ങുന്നത് നിങ്ങളുടെ ട്രീ ആണ്. നിങ്ങളുടെ ടീം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ID നമ്പർ മുതൽ ജീനിയസിലും വിന്നേഴ്സും വരുന്ന ആളുകളാണ് നിങ്ങളുടെ ട്രീ എന്ന് പറയുന്നത്. അല്ലാണ്ട് മുകളിലുള്ളവന് അപ്പുറമുള്ളവന് ഇപ്പുറമുള്ളവന് ഹൈ ഹൈ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ട്രീയിൽ നിന്നും എത്ര പേര് ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്, എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല? ഇതിൽ 500 പേർക്ക് പങ്കെടുക്കാനുള്ള പ്ലാറ്റ്ഫോം ആണെന്ന്. എല്ലാവരും കോടികൾ വേണമെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാലൊന്നും കിട്ടില്ല. പണിയെടുക്കേണ്ട സ്ഥലത്ത് പണിയെടുക്കണം, പ്രോഗ്രാമിൽ വരേണ്ട സ്ഥലത്ത്. ഇത് രാവിലെ വീട്ടിൽ 6 മണിക്ക് എഴുന്നേറ്റിട്ട് 1 മണിക്കൂർ ഇത് ഓണാക്കി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയാണ് ഇവരൊക്കെ കോടി അടിക്കാൻ വേണ്ടി പോണത്? ഞാൻ അടിക്കും പറഞ്ഞിട്ട് കാര്യം. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഉണ്ട്. ഞാൻ 5:30 മണിക്ക് എഴുന്നേറ്റ് എന്തിനാ ഞാനിത് കൃത്യം 5:55 ഓൺ ചെയ്യുന്നു? ഞാൻ കിടന്നുറങ്ങിയാൽ പോരാ? അവിടെ കിടക്കട്ടെ, ഇന്ന് വേണ്ട എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ഓണാക്കിയില്ലെങ്കിൽ ഇത് ഓണാവോ? എന്റെ ഡ്യൂട്ടിയാണിത്. കൃത്യം ആ സമയം 5:55 6 മണിക്ക് മുമ്പായിട്ട് ഞാൻ എന്ത് യാത്രയിലാണെങ്കിലും ഉറങ്ങിയില്ലെങ്കിലും ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് ചെയ്യുന്നില്ല. എന്റെ ഡ്യൂട്ടിയല്ലേ ഇത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ പറ്റുമോ? നിങ്ങളോട് ആരോടെങ്കിലും കാശ് മേടിക്കുന്നുണ്ടോ? ഒരു സൂം പ്ലാറ്റ്ഫോം ചെയ്യണമെങ്കിൽ ഇതിന് പൈസ കൊടുക്കണം, അല്ലേ? ഇത് 500 പേരുടെ സൂമാണ്. ആരോടും വാങ്ങുന്നുണ്ടോ എന്തെങ്കിലും? ഇല്ല. അതെന്റെ ഡ്യൂട്ടിയാണെന്ന്. നിങ്ങളെ ഡെവലപ്പ് ചെയ്യാനുള്ള എന്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ നിങ്ങൾക്ക് ചില ഡ്യൂട്ടീസ് ഉണ്ട്. കൃത്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഞാൻ അതിൽ അറ്റൻഡ് ചെയ്യണം. പലരും വരുന്നില്ല. അതേ കണക്ക് എന്റെ ടീമിനെ വിജയിപ്പിക്കണമെങ്കിൽ അവരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറയാം, ഭീഷണിയല്ല, സ്നേഹത്തോട് പറയാം. ഇത് കയറി, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അടുത്ത ദിവസം കയറും. അടുത്ത ദിവസം കയറിയില്ലേ പിന്നെയും വിളിക്കുക. എന്താ ഇന്നലെ കണ്ടിട്ടില്ലോ? നിങ്ങളുടെ ടീമിൽ എത്ര പേര് വന്നിട്ട് നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കണം, എന്നിട്ട് അവരെ വിളിക്കണം. ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. പലർക്കും ഇത് കയ്യിൽ പങ്കെടുക്കാൻ ഞാൻ ഉറക്കം വരാത്ത ആളുകളുണ്ട്. ഭയങ്കര ഒരു മൂഡ് ഓഫ് ആണ്. ഇന്ന് സൂം കയറിയില്ലോ എന്ന് പറഞ്ഞു, അല്ലേ? അതൊരു ശീലമായി മാറുമ്പോൾ വരുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഈ ശീലങ്ങളാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്. അത് മെല്ലെ നമ്മുടെ സ്വഭാവങ്ങളായിട്ട് മാറും. ആ സ്വഭാവങ്ങളാണ് നമ്മൾ എന്താക്കി മാറ്റുക? അച്ചീവേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇതിനകത്ത് വിട്ടു പോകുന്നവര്, വല്ലപ്പോഴൊക്കെ എത്തി നോക്കുന്ന ആളുകൾക്കൊന്നും ഇതിനകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ലഹരിയാക്കി എടുക്കണം നിങ്ങൾ ഇതിനെ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഇത്രേ ഉള്ളൂ, അല്ലെ? നല്ല കാറ്റ് വരുമ്പോ ചില മരങ്ങൾ എന്താകാറുണ്ട്? നിലംപതിക്കാറുണ്ട്, അല്ലെ? എല്ലാ മരങ്ങളും നിലംപതിക്കാറുണ്ടോ? ഇല്ല. അതിന്റെ വേരുകൾ ശക്തമാണെങ്കിൽ അതവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുള്ളതാണ്, അല്ലെ? അതുപോലെ വേരുകൾ ശക്തമാക്കണമെങ്കിലാണ് നമ്മൾ ഇതുപോലുള്ള പ്രോഗ്രാംസിലും ട്രെയിനിങ്ങിലും ഒക്കെ പങ്കെടുക്കുമ്പോഴാണ് നമ്മളെ വേരുകൾ ശക്തമാവുള്ളൂ. വേരുകൾ ശക്തമാകാത്ത ആളുകൾ വേറെ കമ്പനിക്കാർ വരുമ്പോ അവരുടെ കൂടെ പോകും. മനസ്സിലായ? നീ വന്നേ, നീ എന്റെ പൊന്നല്ലേ, എന്റെ അടുത്ത ചങ്ങാതിയല്ലേ, അവിടെ ഒന്നും കിട്ടില്ല കേട്ടോ, അതിപ്പം മുങ്ങും പൊങ്ങും എന്നൊക്കെ പറയും. ഇത് ഭയങ്കര സംഭവമാണടാ എന്ന് പറയുമ്പോ അതെയോ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എന്റെ ഭാര്യയുടെ പേരിൽ ഇവിടെ ഒരു ഐഡിയ അടിച്ചോ, നീ അവിടെ ഉള്ളേ, തീർന്നു കഥ കേട്ടാ. അത് ആരോടൊന്നും പറയണ്ട. ഏത് ഭാര്യയുടെ പേരിൽ ഇവിടെ അടിച്ചത് 2 കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. നിലപാടുള്ള ആളുകളാണെങ്കിൽ പറയും, നിന്റെ സുഹൃത്ത് ബന്ധം വേറെ, എന്റെ ബിസിനസ് വേറെ, നീ അത് ചെയ്തോ, ഞാനിത് ചെയ്യും. ഞാനിത് സെലക്ട് ചെയ്യാൻ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്ത്. എനിക്ക് കിട്ടിയ റിസൾട്ട്, എന്റെ കുടുംബത്തിന് കിട്ടിയ റിസൾട്ട്, ഞാൻ കൊടുത്തവർക്ക് കിട്ടിയ റിസൾട്ട്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, നീ അത് ചെയ്യോ എന്ന് പറഞ്ഞിട്ട് നോ എന്ന് പറയാൻ പറ്റണം. ചില ആളുകൾക്ക് നോ പറയാൻ പറ്റില്ല, അവരുടെ ജീവിതത്തിൽ പരാജയപ്പെടും. മനസ്സിലായ? നോ പറയേണ്ട സ്ഥാനത്ത് നോ തന്നെ പറയണം. ഞാൻ പറയുന്നത് വിജയിക്കണമെങ്കിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുത് കേട്ടോ. അതാണ് വിനയവും സ്നേഹവുമാണ് നമുക്ക് വേണ്ടത് ആളുകളെ കാണുമ്പോൾ. കാരണം
ഇവിടെ നമ്മൾ വിജയിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാത്രം കഴിവല്ലത്, നമ്മുടെ കൂടെ വന്ന ആളുകളുടെ കഴിവാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അവരെ കഴിവുള്ളവരാക്കി മാറ്റുക. എല്ലാവർക്കും കഴിവുണ്ടാവില്ല, അവരെ എന്താക്കുക, ലീഡേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ ജോയ് പീറ്റർ സാറിന്റെ പോലുള്ള ആളുകളുടെ ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത് അല്ലെ. ഇങ്ങനെ കുറെ ട്രെയിനിങ് കിട്ടുമ്പോൾ നിങ്ങൾ നാളെ ജോയ് പീറ്റർ സാറിനേക്കാളും എന്നെക്കാളും അല്ലെങ്കിൽ അടുത്ത ലീഡറിനേക്കാളും വലിയ ലീഡേഴ്സ് ആയിട്ട് മാറും. നിങ്ങൾ കഴിവുള്ളവരുണ്ടെന്ന്. അപ്പോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. സ്റ്റിക്ക് ഓൺ ചെയ്യുന്നവർക്ക് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നവർക്കൊന്നും ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കാൻ പറ്റില്ല. നമ്മൾ തിരഞ്ഞെടുത്ത കമ്പനി സൂപ്പറാണ്, പ്ലാൻ സൂപ്പറാണ്, മിറാക്കിൾ കമ്പനിയാണ്, അടിപൊളി ഇൻകം പ്ലാൻ ആണ്. അതുകൊണ്ട് ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഒരു 5 വർഷമെങ്കിലും 2030 വരെ നിങ്ങൾ ഈ കമ്പനിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഈ പ്രോഗ്രാമിൽ കൃത്യമായിട്ട് പങ്കെടുക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് മിനിമം 1 കോടി രൂപയെങ്കിലും വരും. ഷുവറാ. 5 വർഷം കൊണ്ടായാലും 1 കോടി രൂപ കിട്ടിയാൽ പോരെ. ചെറിയ സ്വപ്നമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്റെ സ്വപ്നം അതൊന്നുമല്ല. നിങ്ങളുടെ സ്വപ്നം 1 കോടിയൊന്നുമല്ല. ഇതാ അല്ലെ, സെന്തിൽ സാറൊക്കെ കാണുന്നില്ല, ഇപ്പൊ പോവാൻ തയ്യാറായി നിൽക്കുക. ഇന്നലേക്ക് അടിപൊളിയാ, ഇന്നലേക്ക് എത്രയോ പ്രൊഡക്റ്റ് കൊടുത്ത് ഗ്രൂപ്പിലൊക്കെ ഫോട്ടോസ് കണ്ടു. ഇനി അടുത്തത് സെന്തിൽ സാറിന്റെ ഒരു ക്ലാസ് രാവിലെ വെക്കണം നമുക്ക് കേട്ടോ. എപ്പോന്ന് വെച്ചാൽ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി, ഫോണിൽ ഡയറക്റ്റ് ഫോണിൽ വിളിച്ചാൽ മതി. അപ്പോ ഫീൽഡിലാണ്, അതാണ് നമ്മൾ ഫീൽഡിൽ ഇറങ്ങണം. ജേക്കബ് സാറ് പോകുന്നുണ്ട് അല്ലെ, എല്ലാവരും പോകുന്നുണ്ട്. നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങിയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാവും? നിങ്ങളുടെ ടീമിലേക്ക് നിങ്ങളെ ഫോട്ടോസ് ഇടണം. ക്ലിയർ ആവുന്നുണ്ടോ? എന്നാലേ നിങ്ങൾ ഫീൽഡിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫീൽഡിലേക്ക് ഇറങ്ങാൻ കൂടുതൽ ആളുകളെ കാണാൻ ഒരു 5 വർഷത്തെ ഒരു പ്ലാനും പദ്ധതി, ഒരു പഞ്ചവത്സര പദ്ധതി പോലെ 2030 നിങ്ങൾക്ക്, ഞാൻ 1 കോടി മിനിമം പറഞ്ഞാണ് കേട്ടോ. എന്റെ സ്വപ്നം അതല്ല, നിങ്ങൾക്കും അതല്ല എന്ന് എനിക്കറിയാം. എന്നാലും 5 കൊല്ലം കൊണ്ട് 1 കോടി നേടിയാൽ പോലും വലിയൊരു അച്ചീവ്മെന്റ്സ് ആയിരിക്കും. പ്രത്യേകിച്ച് കൂടുതൽ പ്രായമുള്ളവരൊക്കെയാണ് ഇതിനകത്ത് ഇരിക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വരുമാനമാണ്. ആ ഒരു ബേസ് വന്നാൽ അവിടെ തീരെയല്ല ചെയ്യുന്ന കേട്ടാ. 2030 അവിടെ തീർന്നു പോകുകയല്ല ചെയ്യുന്നത്. ആ ബേസിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ഇനി 2030 2040 കാലഘട്ടമൊക്കെയാണ് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടം. ഈ കാലഘട്ടം ഇപ്പോഴാണ് അതിന്റെ സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ സമയം പാഴാക്കാതെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നാളെ നമ്മുടെ തൃശ്ശൂർ NDOP ആണ്. എന്തിനാ NDOP വെക്കണം എന്നറിയോ? എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ വിജയിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പാടില്ല, അത് എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ട്രെയിനിങ് എല്ലാം വ്യക്തമായിട്ട് നമുക്കൊരു ദിശാബോധം നൽകുന്ന പ്രോഗ്രാമാണ് NDOP. ഒരു പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടോ 4 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടോ ലിസ്റ്റ് എഴുതിയതിനെ കൊണ്ടോ ഇതിനകത്ത് വിജയിക്കാൻ പറ്റില്ല. NDOPയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അവിടെ വരണം. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ടീമിനെയും കൊണ്ടുവരണം അവിടെ. നിങ്ങളുടെ ടീമിനെ ഇന്ന് തന്നെ വിളിച്ചു വരണം. ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾ നാളെ ഹാളിൽ നിറയും, ഒരു സംശയം വേണ്ട. എല്ലാവരും എത്തുക. ആ ഭാഗത്തുള്ളവരല്ല. ഷാജി റസാഖ് സാറിന് ഇവിടുന്ന് ആലുവിൽ നിന്ന് അവിടത്തേക്ക് പോകാൻ വലിയ പണിയൊന്നുമില്ല. എനിക്ക് തൃപ്പൂണിത്തുറയിൽ നിന്ന് പോകുമെങ്കിൽ നിങ്ങൾക്ക് ആലുവിൽ നിന്ന് ട്രെയിൻ കയറിയാൽ മതി. 20-30 രൂപ എടുത്താൽ മതി. മനസ്സിലായ? ഇങ്ങനെയുള്ള പ്രോഗ്രാം സെന്ററിൽ എത്തിയിട്ട് പഠിക്കണം അവിടെ. അപ്പൊ എനിക്ക് ഇന്ന് പോയ 2 ആളെ കാണാൻ പറ്റുമല്ലോ അല്ലേ ജോയ് സാറേ? ഈ ട്രെയിനിങ്ങും പ്രോഗ്രാം വെക്കുമ്പോൾ ചില ആൾ വരില്ല. അവർ പറയുന്നത് അത് ഞാൻ ഒരു ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുത്തു, ഇന്ന് പോയിട്ട് എനിക്ക് 2 ആളെ കണ്ടാൽ എനിക്കൊരു ഫാമിലി ബോണസ് അടിക്കാലോ. നടക്കില്ല കേട്ടോ, നടക്കില്ല. അത് ഇങ്ങനെ വരാത്ത ആളുകളാണ് ഇതിനകത്ത് കൊഴിഞ്ഞു പോകുന്നത്. നിങ്ങൾ ആ ട്രെയിനിങ് പങ്കെടുത്താൽ നിങ്ങൾക്ക് ഈ 2 പേരിന് പകരം നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ 10 പേരെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റും. ഒരു നിങ്ങളുടെ മൈൻഡ് സെറ്റ് വേറെ ലെവലിലേക്ക് പോകും. പ്രോഗ്രാമിൽ വരണം. പ്രോഗ്രാം ഉള്ള ദിവസം എനിക്ക് 2 ആളെ കാണാൻ കേട്ടോ, ഇന്ന് ഞാൻ വരുന്നില്ല. ഇങ്ങനെ പ്രോഗ്രാം മിസ് ചെയ്യുന്ന ആളുകളൊന്നും ഇതിനകത്ത് അച്ചീവേഴ്സ് ആയിട്ടില്ല. നിങ്ങൾ ചരിത്രം പരിശോധിച്ചു ജോയ് പീറ്റർ സാറിനോട് ചോദിച്ചാൽ മനസ്സിലാവും. അങ്ങനെയുള്ളവർ വിജയിക്കില്ല. പ്രോഗ്രാം ഉള്ള ദിവസം എവിടെയും പ്ലാൻ ചെയ്ത് അന്ന് 100 ആളെ കാണാൻ എന്ന് പറഞ്ഞാലും പോകണ്ട. എനിക്ക് ഇന്ന് പ്രോഗ്രാം ഉണ്ട്, ഇന്നൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്, ഇന്നൊരു കാരണവശാലും നമ്മൾ ഫീൽഡിൽ പോകില്ല. ആ പ്രോഗ്രാമിലേക്ക് വരണം. അപ്പോൾ ട്രെയിനിങ് ആണ്, NDOP ആണ്. അവിടെ നിങ്ങൾക്ക് വലിയൊരു ദിശാബോധം കിട്ടും, ഒരു സംശയം വേണ്ട. അപ്പോൾ ചൊവ്വാഴ്ച ആ പ്രോഗ്രാം, ബുധനാഴ്ച കോട്ടയം BOP ആണ്. നമ്മുടെ ജോയ് പീറ്റർ സാറാണ് കോട്ടയം BOPയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. തൃശ്ശൂർ സുരേഷ് സാറാണ്. വ്യാഴാഴ്ച നമ്മുടെ കണ്ണൂർ BOP ആണ്. ഇതെല്ലാം കമ്പനി കാശ് കൊടുത്ത് വെക്കുന്ന അവിടെ നിങ്ങൾ ഉപയോഗിക്കാനാണ് കേട്ടോ. ആളുകൾ കുറഞ്ഞ സെന്ററൊക്കെ നിർത്തും കേട്ടോ, കാര്യം ഞാൻ പറയാം. ആളുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഓരോ ലീഡേഴ്സും കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തിൽ അവിടെ ആളുകളെ പങ്കെടുപ്പിക്കണം. വെറുതെ അല്ലേ നടത്തുന്നത്, അവിടെ റെന്റൊക്കെ കൊടുത്തിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് കണ്ണൂർ BOP ബുധനാഴ്ച. അടുത്ത ദിവസങ്ങളിലെ പ്രോഗ്രാം എല്ലാം ചാർട്ട് ചെയ്യും. പ്രോഗ്രാം സെന്ററുകളെ സജീവമാക്കുക. പുതിയ ആവേശത്തോട് കൂടിയിട്ട്, പുതിയ ലക്ഷ്യത്തോട് കൂടിയിട്ട്, പുതിയ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട്, പുതിയ റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ട്, കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്, ടോപ്പ് അച്ചീവേഴ്സ്. നിങ്ങളെല്ലാം കോടീശ്വരന്മാരാണ്, ഒരു സംശയം വേണ്ട. അതിനുള്ളൊരു ഒരു തേജസ് നിങ്ങളുടെ മുഖഭാവത്ത് നിന്ന് എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര പോസിറ്റീവ് വൈബിലാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ.
എല്ലാവർക്കും അത് സാധിക്കും, ഒരു സംശയം വേണ്ട. നല്ല അപാരമായ കഴിവുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ വന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. വിജയിക്കണം എന്നുള്ള ഒടുങ്ങാത്ത അടങ്ങാത്ത ആഗ്രഹമുള്ളവർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു സംശയം വേണ്ട. നിങ്ങളെ ആ അവസ്ഥയിലേക്ക്, നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് ആ സ്റ്റേജിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആര് വിട്ടുപോയാലും നിങ്ങളുടെ കൂടെ ഏതറ്റം വരെയും ഏത് സമയത്തും ഞാനും നമ്മുടെ ഇപ്പോഴുള്ള ടീമും ലീഡേഴ്സും ജോയ് പീറ്റർ സാറിനെ പോലുള്ള, അതുപോലെ ഒത്തിരി ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. ഡാനി സാറിനെ പോലുള്ള, അഭിലാഷ് സാറിനെ പോലുള്ള, യൂനുസ് സാറിനെ പോലുള്ള ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ലീഡേഴ്സിന്റെ പേര് മാത്രം പറഞ്ഞോളൂ. അവളെ ബെന്നി ജോസഫ് ആയാലും ഇല്ലേ, ഒത്തിരി സുരേഷ് സാറായാലും ഒത്തിരി ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് 5 പേരെയാണ് ഞാൻ കാണാൻ പറയുന്നത്. ഡെയിലി ഒരു 5 പേരെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡയറിയൊക്കെ ഞാൻ നോക്കും. ഏതെങ്കിലും യൂറോപ്പിൽ വരുമ്പോൾ ആ ഡയറിയൊക്കെ എടുത്തിട്ട് വരണം. ദിവസം 5 പേരെ കണ്ടാളുടെ മൊബൈൽ നമ്പറും പേരും അവിടെ എഴുതി വെക്കണം. എന്നിട്ട് എന്താണ് അത് ഫോളോ അപ്പ് ചെയ്യണം. വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ഒരു സംശയം വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിജയാശംസകളോടെ അതിനുള്ള ഊർജ്ജവും ശക്തിയും ആവേശവും മനസ്സും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് 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 ഇവട്ടോറി. താങ്ക് യു.